الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ, സ്ത്രീകളെ, പുരുഷന്മാരെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. ഈ സദസ്സ് കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം. സാധാരണ റമദാൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾ മാത്രമാണ് ക്ലാസ്സിൽ പങ്കെടുക്കാറുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ കുട്ടികളുണ്ട്, ചെറിയവരുണ്ട്, മുതിർന്നവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, സ്ത്രീകളുണ്ട്. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സുണ്ടാവുക, അതൊരു ദീനീ സദസ്സിൽ അങ്ങനെ ഉണ്ടാവുക എന്നത് നമുക്കേറെ അനുഭൂതി പകരുന്ന ഒരു കാര്യമാണ്. ഇടവണ്ണ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹല്ലാണ് ചെമ്പക്കുത്ത് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അള്ളാഹു ആ സജീവത, ദീനിനോടുള്ള സജീവത നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, റമദാനിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. 2025 പുതിയ കലണ്ടർ നമ്മുടെ ചുമരിൽ തൂക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മറിച്ചു നോക്കിയ പേജ്, നമ്മളെ ആദ്യത്തെ ശ്രദ്ധ പോയത് ഈ കൊല്ലത്തെ റമദാൻ, ഈ കൊല്ലം നോമ്പ് ഏത് മാസമായിരിക്കും എന്നായിരിക്കും തുടങ്ങുക. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ ശ്രദ്ധ അങ്ങനെ പോയത്? റമദാൻ എന്ന് നേരത്തെ അതിൻ്റെ ഡേറ്റ് മനസ്സിൽ കുറിച്ചിട്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. റമദാനിന് തൊട്ട് മുമ്പത്തെ മാസം നമ്മൾ ഒരുങ്ങാണ്, അടുത്ത മാസം റമദാനാണ്, അടുത്ത ആഴ്ച റമദാനാണ്, ഈ വെള്ളിയും കൂടി കഴിഞ്ഞാൽ റമദാനാണ്. ഇങ്ങനെയായിരുന്നു നമ്മൾ. എന്തുകൊണ്ടാണത്? നമ്മൾ ഓരോരുത്തരും റമദാനിന് വേണ്ടി ദാഹിക്കുകയായിരുന്നു. ഈ ക്ലാസ്സിന് വരുമ്പോൾ പുറത്തെ ചൂടും അതുണ്ടാക്കുന്ന ദാഹവും എത്രത്തോളം നമുക്കറിയാം. പക്ഷെ അതിനേക്കാളേറെ വിശ്വാസി മനസ്സ് ദാഹിച്ചത് ഈ റമദാനിന് വേണ്ടിയായിരുന്നു. കാരണം നമ്മുടെ ലൈഫിൽ റമദാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലും വലുത് വേറെ ഒന്നുമില്ല. റമദാനിൽ ജീവിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം വേറെ അല്ല. കാരണം അത്രയും മഹത്വമേറിയ ഒരു മാസമായിട്ടാണ് അള്ളാഹു ഈ മാസത്തെ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തന്നത്. പ്രിയപ്പെട്ടവരെ, വലിയ ഗോൾഡൻ ചാൻസാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. റമദാനടെ ആയാലും ആകാശത്തും ലോകത്തുനിന്നും മലക്കുകൾ വിളിച്ചു പറയുന്ന വാക്കെന്താ അറിയോ? യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിയ ശർ അഖ്സിർ. നന്മ കൊതിക്കുന്നവരെ മുന്നോട്ട് വരിക. മലക്ക് വിളിച്ചു പറയാ. തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഈ മാസത്തിലുണ്ടെങ്കിൽ അഖ്സിർ, പിടിച്ചു വെക്കുക. അപ്പം നന്മയിലേക്കുള്ള ഒരു പ്രയാണം, കുതിച്ചു ചാട്ടം, അതാണ് ഈ റമദാൻ. നമ്മുടെ ജീവിതത്തിൽ പല നന്മകളും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. സ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, ഹജ്ജ് ഉംറ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഇബാദത്തുകൾ പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യാത്ത പല നന്മകൾക്കും തുടക്കം കുറിക്കാൻ നമ്മുടെ മനസ്സിന് പ്രേരണ നൽകുന്ന ഒരു മാസമാണ് റമദാൻ. ഇന്നലെ നമ്മൾ തറാവീഹ് നിസ്കരിച്ചു. തറാവീഹ് എന്ന് പറഞ്ഞാൽ രാത്രി നമസ്കാരമാണ്. റമദാൻ അല്ലാത്ത സമയത്തും രാത്രി നമസ്കാരമുണ്ട്, ഖിയാമുൽ ലൈലുണ്ട്, തഹജ്ജുദുണ്ട്.
ചിലപ്പോൾ ചില ആൾക്കാരുടെ ജീവിതത്തിൽ അത് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല. ആ ഖിയാമുൽ ലൈൽ ഇന്നലെ നമ്മൾ തുടക്കം കുറിച്ചു, ഒരു നന്മക്ക് തുടക്കം കുറിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയ രൂപത്തിലൊന്നും പ്രാക്ടീസ് ചെയ്യാത്ത പല നന്മകൾക്കും ഇതാ ഈ റമളാനോടുകൂടി ഞാൻ തുടക്കം കുറിച്ചു. നമ്മൾ തെളിയിക്കുകയാണ്. യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ കൊതിക്കുന്നവരെ മുന്നോട്ട് മുന്നോട്ട്. അപ്പോൾ ഒരുപാട് നന്മകളെ, സദ്ഗുണങ്ങളെ ജീവിതത്തോട് ചേർത്തു പിടിക്കാൻ ഈ റമളാൻ സഹായകരമാകുമെന്നുള്ളതാണ് നമ്മൾ റമളാനിന് വേണ്ടി ദാഹിക്കാൻ കാരണം. എന്തെല്ലാം നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുണ്ട്. നിസ്കരിച്ചു പോകുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ സുന്നത്ത് നിസ്കാരത്തിൽ അത്ര കണിശതയും നിഷ്കർഷതയും നമ്മൾ ചിലപ്പോഴും കാണിച്ചെന്ന് വരില്ല. പക്ഷെ റമളാൻ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? തഹിയ്യത്ത് നിസ്കരിക്കുന്നത്. അതേപോലെ സുന്നത്ത് ഫർളും പിന്നെ മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കുകയാണ്. അതെന്താണ്? അങ്ങനെയുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരുത്തിയത് ഈ റമളാനാണല്ലോ. അപ്പോൾ റമളാനിൽ നമുക്ക് ആയുസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാന. എന്തെങ്കിലും ദുശ്ശീലങ്ങൾ, ദുസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അതായത് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ, തിന്മകൾ. തിന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തി. നന്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവൃത്തി. അള്ളാഹ് ഇഷ്ടപ്പെടുന്നതൊക്കെ നന്മയാണ്. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടോ അത് തിന്മയാണ്. അപ്പോൾ തിന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. അലൈക്കും സ്ലാം, അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടെടുക്കുക? അപ്പോൾ അള്ളാഹു വെറുക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇനിയും നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നുവെങ്കിൽ ഇതാ സ്റ്റോപ്പ്. യബാഗിയ ശർ അഖ്സിർ, പിടിച്ചു വെക്ക്. അപ്പോൾ ദുസ്വഭാവങ്ങളെ, ദുശ്ശീലങ്ങളെ, വേണ്ടാത്തരങ്ങളെ പിടിച്ചുകെട്ടാൻ, അതിനെ ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യാൻ ഈ റമളാൻ കാരണമാവുകയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ റമളാൻ എന്നത് വലിയ ഗോൾഡൻ ചാൻസ് തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ചാൻസ് നമുക്ക് ലഭിക്കാനില്ല. ആ ചാൻസ് ഉപയോഗപ്പെടുത്തുന്നവർക്ക് എന്താണ് അള്ളാഹു പ്രതിഫലം പറഞ്ഞറിയോ? ആരും കൊടുക്കാത്തൊരു പ്രതിഫല. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അർത്ഥം വിശദീകരിക്കാത്ത വിധം അത്രയും നമ്മൾ പഠിച്ച ഹദീസുകളത്. നമുക്ക് എത്ര വയസ്സായി? 40 വയസ്സായി വിചാരിക്കുക. 39 കൊല്ലത്തെ പാപങ്ങൾ ഈ റമളാനോട് പരിഹരിക്കുക. എന്തേ കാരണം? മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ 40-ാമത്തെ വയസ്സിലെത്തിയ ആൾക്ക് കഴിഞ്ഞ 39 വർഷം ചെയ്ത പാപങ്ങൾ ഗുഫിറ ലഹു, അത് ഡിലീറ്റഡ്, മായ്ച്ചു കളഞ്ഞു. ആരാ പറഞ്ഞത്? അള്ളാഹിൻ്റെ റസൂല് അള്ളാഹിൻ്റെ അടുത്ത് കിട്ടിയ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യമാണ്. മൻ സ്വാമ റമളാൻ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അത് വല്ലാത്തൊരു ഓഫറാണല്ലോ അള്ളാഹു നൽകിയത്. 50 വയസ്സ് ജീവിച്ച ഒരാൾ, അയാളുടെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ പാപങ്ങളെല്ലാം ഈ റമളാനിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അത് പരിഹാരമാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ചാൻസ് ഇനി ജീവിതത്തിലില്ല. നമ്മൾ ഗൗരവമായി ഈ വിഷയത്തെ ആലോചിക്കേണ്ടതുണ്ട്. പടച്ചോൻ തന്നൊരവസരമാണ്. അതായത് നമ്മളെക്കുറിച്ച് പടച്ചോൻ ശരിക്കും അറിയാം. മനുഷ്യന് നിലക്ക് അപചയങ്ങളുണ്ടാവാം, വീഴ്ചകളുണ്ടാവാം, ഇടപാടുകളിൽ, പെരുമാറ്റങ്ങളിൽ, സംസാരങ്ങളിൽ, സമ്പർക്കങ്ങളിൽ ഒക്കെ പോരായ്മകൾ സംഭവിക്കും. മനുഷ്യനാണ്. ആ മനുഷ്യന് അതിൽ നിന്നൊക്കെ മുക്തി നേടാനുള്ള ഒരവസരം പടച്ചോൻ കൊടുക്കുകയാണ്. നമ്മളെ സ്വർഗത്തിലെത്തിക്കണം എന്നുള്ളതാണ് അള്ളാഹിൻ്റെ ആഗ്രഹം. അള്ളാഹു മനുഷ്യരോട് കരുണ കാണിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഒരു ജുമയിൽ നമ്മൾ പങ്കെടുത്താൽ പിറ്റത്തെ തൊട്ട് മുമ്പത്തെ ആഴ്ച ആ ഒരു ജുമ മുതൽ അടുത്ത ജുമ വരെയുള്ള ചെറിയ പാപങ്ങളൊക്കെ അതോടുകൂടി ഡിലീറ്റ് ചെയ്യും, മായ്ച്ചു കളയും. ഒരു ജുമയിൽ നമ്മൾ ശരിക്കും പങ്കെടുത്താൽ, ഒച്ച ഉണ്ടാക്കാതെ, സംസാരിക്കാതെ, ഖതീബ് പറയണ കേട്ട് നിസ്കരിച്ച് പ്രാർത്ഥിച്ചു പോയാൽ ഒരു ജുമ പങ്കെടുത്ത ആൾക്ക് കിട്ടുന്ന പാപപരിഹാരം, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ പാപപരിഹാരം, 5 വക്ത നമസ്കാരം കൊണ്ട് പാപപരിഹാരം. ഇങ്ങനെ പാപങ്ങൾ ഡിലീറ്റ് ചെയ്യാനും മായ്ച്ചു കളയാനും ഒരുപാട് വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാ? പടച്ചു നമ്മുടെ ഇഷ്ടമാണ്, നമ്മോട് കാരുണ്യം കാണിക്കുകയാണ്. മനുഷ്യനാണ്, തെറ്റുപറ്റും. മനുഷ്യൻ്റെ പിതാവ് ആദം അലൈഹിസ്സലാം, ആദം നബിക്ക് തെറ്റുപറ്റിയില്ലേ? സ്വർഗത്തിലുള്ള ഒരു പഴം കഴിക്കരുത്, വേറൊക്കെ കഴിച്ചോളി എന്ന് പറഞ്ഞു.
പക്ഷേ പിശാച് ദുർബോധനം നടത്തി പ്രേരിപ്പിച്ച് അവസാനം ആദം നബി അത് കഴിക്കേണ്ടി വന്നു, കഴിച്ചു. അപ്പോഴേക്കും ആ പാപത്തിൻ്റെ ഗൗരവം എന്ത് എന്ന് ആദം നബിക്ക് ബോധ്യപ്പെടുകയാണ്. ആദം നബി പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ ലൊലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ റബ്ബേ, ദാ ഞങ്ങളോട് തന്നെ അതിക്രമം കാണിച്ചിരിക്കുന്നു റബ്ബേ. പടച്ചോനെ, ളുൽമ് ചെയ്തു പോയി റബ്ബേ, ളുൽമ് ചെയ്തു പോയി. നീ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു, വാണിങ് തന്നിരുന്നു, പക്ഷെ ളുൽമിൽ പെട്ടുപോയി. നീ ഇതെങ്ങാനും പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, പരാജിതരിൽ, നഷ്ടക്കാരിൽ ഞങ്ങൾ പെട്ടുപോകും. ഇതാര് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ? ആദം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മുടെ വീഴ്ചകളെ മറികടക്കാനുള്ള മാർഗങ്ങൾ പടച്ചോൻ തരിക. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യാത്ത്. വേറെ ആയത്തിൽ അള്ളാഹു പറയാം, നന്മകൾ തിന്മകളെ പോക്കിക്കളയും, മായ്ച്ചു കളയും. നമുക്ക് എന്തെങ്കിലും മോശത്തരം നമ്മളിത് വന്നുപോയി, ആ മോശത്തരം വന്നാൽ അതിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്? അല്ല, നമ്മൾ അതിന് പകരം നന്മകൾ ചെയ്ത് ആ തിന്മകളെ മറികടക്കണം. ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു വന്നത്, നമുക്ക് പടച്ചോൻ തന്ന വലിയൊരു അവസരം, ഇതുപോലൊരു അവസരം ഇല്ല. പിശാചിന് വല്ലാതെ നമ്മളെ സ്വാധീനിക്കാൻ കഴിയണില്ല, അല്ലേ? പിശാചിന് ഈ റമളാനിൽ വല്ലാതെ സ്വാധീനിക്കാൻ കഴിയില്ല. കാരണം റമളാൻ ആയാൽ പിശാചിനെ ചങ്ങലക്കിടും എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കും, നരകത്തിൻ്റെ വാതിൽ ക്ലോസ് ചെയ്യും. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുമെന്ന് പറഞ്ഞത് റമളാൻ മാസത്തിന് മാത്രം. നരകത്തിൻ്റെ വാതിൽ അടച്ചു കളയും എന്ന് പറഞ്ഞത് റമളാൻ മാസത്തിൽ മാത്രം. അതെന്താണ്? വിശ്വാസികൾക്ക് ഒരു അനുകൂലമായ സാഹചര്യത്തെ ഒരുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ റമളാനിൽ ഈ ഖുർആൻ ക്ലാസ് സംഘടിപ്പിച്ച് നമ്മൾ ഇത്ര ആൾക്കാർ പങ്കെടുത്ത്, റമളാൻ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഇത്ര പങ്കാളിത്തം ഉണ്ടാകുന്നില്ല. നമ്മുടെ മനസ്സിൻ്റെ ഒരു ചെറിയ മൈൻഡ്, അതിൻ്റെ മെൻറ്റാലിറ്റീൻ്റെ പ്രശ്നമാണ്, അല്ലേ? ക്ലാസ് അപ്പോൾ റമളാൻ ആയപ്പോൾ ക്ലാസ് കേൾക്കണം, പഠിക്കണം, ഖുർആൻ ഓതണം, ഇങ്ങനെയുള്ള ചിന്ത നമ്മളെ വളർത്തിയത് നമുക്കിടയിൽ പിശാചിന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ അവസരത്തെ നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തുക. കുട്ടികൾ, മക്കൾ, കുടുംബങ്ങൾ, പേരക്കുട്ടികൾ എല്ലാവരെയും പള്ളികളുമായി അടുപ്പിക്കാൻ, മഹലുമായി ബന്ധിപ്പിക്കാൻ, ദീനുമായി കണക്റ്റ് ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കുക. എങ്കിൽ എന്തായിരിക്കും ആ അനുഭൂതി? നമ്മളെല്ലാവരും നമ്മളൊരു കല്യാണത്തിനും സൽക്കാരത്തിനും ടൂറിനൊക്കെ പോകുമ്പോൾ വല്യാപ്പിയും വല്യമ്മയും ബാപ്പിയും മക്കളും പങ്ങന്മാരും എല്ലാവരും ഒരു വാഹനത്തിൽ പോകുമ്പോൾ ഇതൊരു സന്തോഷം എന്താണ്? കുടുംബസമേതം ഫാമിലി ട്രിപ്പാണ്. ഇതേപോലെ നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് ഇങ്ങനെ ആ സോഫയിൽ ഇങ്ങനെ ബാപ്പിയും മക്കളും കുട്ടികളൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണ്. എന്താ സ്ഥിതി? എന്നാലും ഒരു മകൻ നരകത്തിൽ, പേരക്കുട്ടി അപ്പുറത്ത്, വല്യാപ്പ ഇവിടെ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ആ എൻജോയ്മെൻറ്റ് ഉണ്ടാകുമോ? കാരണം എൻ്റെ ചോരയാണ് ആ നരകത്ത് കിടക്കുന്നത്. ഞാൻ ഓന് വേണ്ടി ആ ദുനിയാവിൽ ജീവിച്ചത്, പക്ഷെ എൻ്റെ കുട്ടി ആ നരകത്തിലാണ്, ഞാൻ അവിടെ സ്വർഗത്തിലാണ്. അപ്പം ഫാമിലി സഹിതം, കുടുംബസഹിതം, കുടുംബസമേത സ്വർഗത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു സന്തോഷം എന്തായിരിക്കും? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. സത്യവിശ്വാസികളെ, നിങ്ങളെ ശരീരത്തെയും നിങ്ങളുടെ അഹ്ലുകാരെയും നിങ്ങളെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിച്ചോളിട്ടോ. ആരാ പറഞ്ഞത്? അള്ളാഹു. കാരണം നരകത്തിൽ പെടാനുള്ള സാധ്യത കൂടുതലാണ്. നരകത്തിലേക്ക് എറിയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നല്ലോ നോക്കിക്കോളി, ശ്രദ്ധിച്ചോളി, കരുതിക്കോളി എന്നാണ് പറഞ്ഞത്. അപ്പം ആ കരുതലിൻ്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ ഈ റമളാൻ. ഈ റമളാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ആ ഒരു ജാഗ്രതയുടെ ഭാഗമാണ്. ഒരു സെക്കൻഡ് പോലും എനിക്ക് നരകത്തിൽ കടന്നൂടാ. അത് അത്ര വലിയ അപകടമാണോ നരകം? അത്ര വലിയ കഠോരമാണോ നരകം? അതെ, ഖുർആൻ വിശേഷിപ്പിച്ചത് അടിസ്ഥാനത്തിൽ നരകം അത്ര കഠോര. കല്ലാ ഇന്നഹാ ലളാ നസ്സാഅതൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ല. എന്താ നരകം എന്ന് പറഞ്ഞാൽ? ഇന്നഹാ ലളാ കത്തിയാളുന്ന നരകം, കത്തിയാളുന്ന തീയാണ്. നസ്സാഅതൻ ലിശ്ശവാ, ആ തീയുണ്ട് ശരീരത്തിൽ പടർന്നാലുണ്ടല്ലോ തൊലി ഉരിച്ചു കളയും, തലയോട്ടി അടക്കം കത്തിക്കളയും. ആരെയാണ് നരകം വിളിച്ചു കൊണ്ടുപോകുന്നത്? തദു മൻ അദ്ബറ വതവല്ല.
സത്യം മുമ്പിൽ ഇങ്ങനെ ക്ലിയറായി വന്നിട്ടും പിന്തിരിഞ്ഞവൻ, അത് ക്ഷണിക്കും. മൻ അത് പറവത്തവല്ല, പിന്തിരിഞ്ഞവനെ, മുഖം തിരിച്ച് നടന്നവനെ ഈ നരകം ക്ഷണിച്ചു കൊണ്ടുപോകുന്ന ഖുർആൻ പറഞ്ഞത്. അപ്പം നസ്സാഅത്തൻ ലിശ്ശവ, ഒരിക്കലും കടക്കാൻ നമുക്ക് അസഹ്യമാണത്. നരകത്തിലെ ഏറ്റവും മിനിമം ശിക്ഷ ഏതാ അറിയോ? മിനിമം ഏറ്റവും ചെറുത് തീയോടുള്ളൊരു ചെരുപ്പ് കൊടുക്കും. തീ കൊണ്ടുള്ള ചെരുപ്പ്. ആ ചെരുപ്പിട്ടാൽ തലയടക്കം കത്തിപ്പോകുന്ന അവസ്ഥയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണല്ലോ നബി പറഞ്ഞത് ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കാരക്കൻ്റെ ചീള്, ഒരു കാരക്കൻ്റെ കഷ്ണം ധർമ്മം ചെയ്തിട്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ നോക്കിക്കോളിട്ടോ എന്ന് റസൂൽ പറഞ്ഞില്ലേ. ഫാത്തിമ ബീവിനോട്, നബിൻ്റെ കരളിൻ്റെ കരളായ പ്രിയപ്പെട്ട ഫാത്തിമയോട് നബി തങ്ങൾ പറഞ്ഞതെന്താ? യാ ഫാത്തിമ അൻഖിദി നഫ്സകി മിനന്നാർ ഫഇന്നി ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ. എൻ്റെ തടി ഫാത്തിമ, ഇജ്ജെന്നെ കാത്തോട്ടോ, നരകത്തിൽ നിനക്ക് രക്ഷ നൽകാൻ എന്തെങ്കിലും അള്ളാഹിനോട് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന് മുത്ത് പറഞ്ഞതാ. സ്വന്തം മകളെപ്പോലും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശുപാർശ പറയാൻ ആർക്ക് കഴിയില്ല? അള്ളാഹിൻ്റെ റസൂലിന് കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബവും നമ്മുടെ എല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അതിൽ വലിയ അനുഭൂതിയുണ്ട്. ആ അനുഭൂതി കിട്ടണമെങ്കിൽ ഈ ദുനിയാവിൽ നമ്മൾ അധ്വാനിക്കണം, പണിയെടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നോമ്പ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക? ഷഹ്റു റമളാൻ ഷഹ്റു സൗം. റമളാൻ എന്നാൽ നോമ്പിൻ്റെ മാസം. നോമ്പിൻ്റെ മാസം. സൗം എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചാൽ അതിന് പറയാനുള്ളത് പിടിച്ചു വെക്കുക, പിടിച്ചു വെക്കുക, നിയന്ത്രിക്കുക. നമ്മൾ വല്ലാത്ത നിയന്ത്രണത്തിലാണ്. ഇപ്പം ഇങ്ങനെ നമുക്കൊരു 11-11:30 മണിയായപ്പോൾ ദാഹിക്കുന്നുണ്ട്. സത്യത്തിൽ ദാഹിക്കുന്നുണ്ട്, ഉള്ളത് പറയല്ലോ, ദാഹിക്കുന്നുണ്ട്. വെള്ളം ഇവിടെ ടാപ്പിലുണ്ട്, വീട്ടിലുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മളെ കണ്ണെത്തുന്ന ദൂരത്തൊക്കെ ഭക്ഷണവും വെള്ളവും പാനിയൊക്കെ ഉണ്ട്. പൈസ കൊടുത്താൽ വാങ്ങാം, വീട്ടിൽ പോയാൽ കുടിക്കുക. പക്ഷെ എന്തേ ഒരു കൂൾ ബാറിൽ പോയിട്ട് നമ്മൾ കുടിക്കാത്തത്? എന്തേ ഒതുക്കുന്ന നേരത്തൊന്നും വല്ല ഇറക്കാത്തത്? പറ്റൂല. പിടിച്ചു വെക്കുകയാണ്. ദാഹമുണ്ടായിട്ടും പിടിച്ചു വെക്കുകയാണ് അല്ലേ? റമളാൻ്റെ പകല് നമ്മളതൊക്കെ പിടിച്ചു വെക്കണം. സത്യത്തിൽ ഭക്ഷണം കഴിക്കാൻ നല്ല അനുവദിച്ച കാര്യമാണ്, ഹലാലാക്കിയ കാര്യം. ആ ഹലാല് വരെ ഒരു നിശ്ചിത സമയത്തേക്ക് കൺട്രോൾ ചെയ്യാനുള്ള ട്രെയിനിങ് ആണ് റമളാൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ സത്യത്തിൽ നമ്മളെ ഒന്ന് മെരുക്കുകയാണ് പടച്ചവൻ. ഭക്ഷണത്തോട് താല്പര്യമുണ്ടായിരിക്കെ, ഇടചേരാൻ താല്പര്യമുണ്ടായിരിക്കുക, അതിനൊക്കെ നമ്മളെ നിയന്ത്രിക്കുകയാണ് ഒരു നിശ്ചിത സമയത്തേക്ക്. അപ്പോൾ ഈ റമളാൻ ഒന്നോടുകൂടി നമ്മളെല്ലാവരും ഒരു കോഴ്സിൽ അഡ്മിഷൻ നേടിയിരിക്കുക. ഏതാണ് ആ കോഴ്സ്? തഖ്വ സംഭരിക്കാനുള്ള കോഴ്സ്. 30 ദിവസത്തെ അല്ലെങ്കിൽ 29 ദിവസത്തെ ഒരു ട്രെയിനിങ് കോഴ്സിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞു. ആ കോഴ്സിൽ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് വിജയിച്ചു എന്നാണ്. ഇത്ര സമയമായിട്ട് വെള്ളം കുടിച്ചില്ല. സുബഹി ബാങ്കിന് മുമ്പ് കുടിച്ചതാണ്. ദാഹണ്ട്, പിടിച്ചു വച്ചു. ആ ട്രെയിനിങ് പീരീഡിലേക്ക് നമ്മൾ എത്തി. ഇങ്ങനെ നമ്മൾ 30 ദിവസമാകുമ്പോഴേക്കും ഇങ്ങനെ മെരുങ്ങി ഒരു നല്ല കോലത്തിലും രൂപത്തിലും ആവുക. മഗ്‌രിബ് വരെയുള്ളൂ ആ നിയന്ത്രണം. മഗ്‌രിബ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം പകൽ സമയത്ത് ഇതുപോലെ നോമ്പുള്ള വേറെ ഒരു സമുദായമില്ല കേട്ടോ. ഹിന്ദുക്കൾക്ക് നോമ്പുണ്ട്, ക്രിസ്ത്യാനികൾക്ക് നോമ്പുണ്ട്. പക്ഷെ നമ്മുടെ നോമ്പ് പോലെ ഒരു നോമ്പ് വേറെ ഒരു കമ്മ്യൂണിറ്റിയിലില്ല. അതുകൊണ്ട് തന്നെ അവരുടെ നോമ്പ് പച്ചക്കറി തിന്നാ, മറ്റുള്ള നോൺ വെജ് കഴിക്കാൻ പാടില്ല. വേറെയുള്ളവർക്ക് വെള്ളം കുടിക്കുക, ഖരവസ്തുക്കൾ കഴിക്കാൻ പാടില്ല. അങ്ങനെയുള്ള നോമ്പുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നോമ്പ് എന്നതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ ക്വാളിറ്റി നേടുന്നത് നമ്മുടെ ഇസ്ലാമിലെ നോമ്പാണ്. കാരണം പൂർണ്ണമായൊരു നിയന്ത്രണം. അപ്പം സൗം എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കലാണ്. ശരിക്കും നമ്മളെ മേരിക്കുക. ദേശം ഇങ്ങനെ കത്തി വരുന്നുണ്ട്. ഒരാൾ നമ്മളോട് ഇങ്ങനെ അരുതാത്തത് ചെയ്തപ്പോൾ, പറഞ്ഞപ്പോൾ വാക്കുകൾ ഇങ്ങനെ നമ്മുടെ നാവിൻ തുമ്പിലെത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് ഓർമ്മ വരികയാണ്, അല്ല സ്വായിം, ഞാൻ നോമ്പുകാരനാണ്, പറ്റൂല, നോമ്പുകാരനാണ്, ഇനിയിപ്പോൾ തർക്കിക്കാൻ പറ്റൂല, കച്ചറുണ്ടാക്കാൻ പറ്റൂല. ഓൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, മിണ്ടൂല. ട്രെയിനിങ്ങിലാണ്, നമ്മളൊരു പരിശീലനത്തിലാണ്. ആ കോഴ്സിൽ ചേർന്ന പഠിതാക്കളാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നിയന്ത്രണം നമ്മുടെ ഈ നോമ്പിലേക്ക് മാത്രമുള്ളതാണോ? അല്ല. പടച്ചോന് നമുക്ക് ഈ 30 ദിവസത്തെ കോഴ്സിലൂടെ ലഅല്ലകും തത്തഖൂൻ,
തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്, നിങ്ങളെ മെരുക്കാൻ വേണ്ടി, വിശുദ്ധരാക്കാൻ വേണ്ടി, സൂക്ഷ്മതാ ബോധമുള്ള ആളുകളാക്കാൻ വേണ്ടിയ, അതിനുവേണ്ടിയാ നോമ്പ്. അപ്പം ഈ നോമ്പ് കഴിയുന്നതോടെ ബാക്കി 11 മാസത്തിലേക്കുള്ള ഊർജമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഊർജം കിട്ടുകയാണ് അല്ലേ? നോമ്പിൻ്റെ സമയത്ത് ഹലാലായത് പോലും നമ്മൾ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ ഹറാമായ വേറെ കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ നോമ്പല്ലാത്ത സമയത്ത് ചെയ്യുക? നോമ്പല്ലാത്ത സമയത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പ്രേരണയാണ് ഈ റമളാൻ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അർത്ഥം വിശദീകരിക്കേണ്ടതില്ല. നമുക്ക് മാത്രമല്ല, മുമ്പുള്ള സമുദായത്തിനും അള്ളാഹ് ഉണ്ടാക്കി കൊടുത്ത ഒരു ആരാധനാ രീതിയാണ് റമളാൻ. അതിൽ പ്രസൻ്റായ ആൾക്കാരൊക്കെ, ഈ റമളാനിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ നോമ്പ് നോൽക്കണം. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും അല്ലേ? വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ, രോഗികൾ, യാത്രക്കാർ, ദീർഘയാത്ര ചെയ്യുന്ന ആൾക്കാർ നോമ്പ് നോറ്റ് യാത്ര ചെയ്യണം. അള്ളാഹ് കഷ്ടപ്പെടുത്തുന്നില്ല. അള്ളാഹ് പറഞ്ഞു നിങ്ങൾ നോമ്പ് നോൽക്കണ്ട, നിങ്ങൾ വേറെ സമയത്ത് നോമ്പ് നോറ്റോളി. എറണാകുളത്തേക്ക് യാത്ര ചെയ്യണം, തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യണം, യാത്രയുടെ ക്ഷീണവും പ്രയാസവും, ആ സമയത്ത് പട്ടിണി കിടന്നാണ് നമ്മൾ നോമ്പ് പിന്നെ യാത്ര ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ നോമ്പ് നോൽക്കണ്ട, അപ്പോൾ വേറെ ദിവസം ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു സമയത്ത് നോറ്റോളി. ഗർഭിണികളാണ്, മുലയൂട്ടുന്ന സ്ത്രീകളാണ്, രോഗികളാണ്, വയോവൃദ്ധരാണ്. അവരെന്ത് ചെയ്യാണ്? ആ സമയത്ത് പറ്റൂലെങ്കിൽ ഡോക്ടർ പറയാം ഇപ്പോൾ പറ്റൂല കേട്ടോ, നിങ്ങൾക്ക് നോമ്പ് പ്രയാസമാവും, അതൊന്നും പറഞ്ഞാൽ പറ്റൂല, ഞാൻ നോമ്പ് നോൽക്കും എന്ന് വാശി പിടിക്കേണ്ടതില്ല. അള്ളാഹ് ഇളവ് തന്നിട്ടുണ്ട്. മറ്റൊരു സമയത്ത് നോൽക്കാം. ഇനി മറ്റൊരു സമയത്ത് നോൽക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് ഫിദിയ കൊടുക്കുക, ഒരു പാവപ്പെട്ട മിസ്കീന് ഭക്ഷണം കൊടുക്കുക, ഒരു നേരത്തെ ഭക്ഷണം. അപ്പോൾ ചില ആൾക്കാർക്ക് എത്ര റുപ്യ കൊടുക്കേണ്ടി, എന്താ കൊടുക്കേണ്ടി എന്ന് നമ്മളെ മനസ്സിലോട് പറയാം. നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ എത്ര റുപ്യേൻ്റെ ഭക്ഷണങ്ങൾ കഴിക്കുക നോക്കുക, എന്നാൽ ആ പൈസ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളായ സാധനങ്ങൾ വീട്ടിൽ എത്തിക്കാൻ പറ്റുമോ? കൊടുക്കുക. 70 റുപ്യ കൊടുക്കണവരുണ്ട്, 80 റുപ്യ കൊടുക്കണവരുണ്ട്, 100 റുപ്യ കൊടുക്കണവരുണ്ട്, ഭക്ഷണ കിറ്റായി കൊടുക്കണവരുണ്ട്. ഇതൊക്കെ കൊടുക്കുക. അത് നമ്മളെ ഹക്കാണ്, നമ്മൾ ചെയ്യേണ്ട ബാധ്യതയാണ്. അത് നമ്മൾ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ നോമ്പ് നോൽക്കാൻ ഒരിക്കലും നോറ്റ് വിട്ടാൻ കഴിയില്ല എന്ന് തോന്നുമെങ്കിൽ ഫിദിയ കൊടുത്ത് ആ ഹക്കിൽ നിന്ന് നമ്മൾ മുക്തരാവണം എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് നോമ്പ് എന്നത് അള്ളാഹു നമ്മെ കഷ്ടപ്പെടുത്താനല്ല, വല്ലാത്തൊരു നോമ്പായി പോയി. ഈ റമളാൻ ഇങ്ങനെ കഴിഞ്ഞ് കിട്ടാൻ പണി. ഈ വേനൽക്കാലത്തൊക്കെ നോമ്പ് നോൽക്കാൻ നല്ലത് വല്ലാത്തൊരു പിരാന്താണ്. ഇങ്ങനെയാണ് ഒരാൾ നോമ്പ് നോൽക്കണമെങ്കിൽ ഓന് നേരത്തെ പറഞ്ഞ ഗുണം ഉണ്ടാവില്ല. ഈമാനില്ല, ഇഹ്തിസാബില്ല. മൻ സ്വാമ റമളാൻ ഈമാനോ ഇഹ്തിസാബ്. ആ ഇഹ്തിസാബ് ഈമാനില്ല. ഓന് പിച്ചും പേയും പറഞ്ഞിട്ടാണ് ഈ നോമ്പ് നോൽക്കണത്. എങ്ങനെയെങ്കിലാണ്ട് ഞെരങ്ങി നീങ്ങുകയാണ്. പറ്റൂല. ശരിക്കും പടച്ചോനോട് തേടി പ്രാർത്ഥിച്ച് പ്രതിഫലം കിട്ടണമെന്ന് ഉദ്ദേശിച്ച് നോമ്പ് നോറ്റെങ്കിലേ കാര്യമുള്ളൂ. വേറെ ചില ആൾക്കാർ നോക്കുക, ഏതായാലും ജിമ്മിലൊക്കെ പോയി ബോഡി വെയിറ്റൊക്കെ കുറക്കാൻ തീരുമാനിച്ചുകൊണ്ട് നിൽക്കണം, അപ്പോഴാണ് നോമ്പ് വന്നത്, സൗകര്യമായി, ഭക്ഷണം കുറക്കല്ലോ. അങ്ങനെയുള്ള നോമ്പാണെങ്കിലും അത് നോമ്പാവില്ല. നമ്മൾ ബോഡി കുറക്കാനുള്ള, വെയിറ്റ് കുറക്കാനുള്ള എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് അയാളുടെ മനസ്സിൽ നോമ്പുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതിനാ കണ്ടീഷൻ പറഞ്ഞത്. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന ആ പ്രതിഫലം കിട്ടണമെങ്കിൽ ഈമാനും ഇഹ്തിസാബും ഉണ്ടാവണം. അത് മാത്രം. നമ്മുടെ മനസ്സ് എന്താണ്? നമ്മൾ ഈ നോമ്പ് എടുക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ എന്താ ചിന്ത? പടച്ചോൻ അതാ നോക്കണത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും ഹദീസ് പറഞ്ഞല്ലോ. നിങ്ങളെ ശരീരത്തിലേക്കോ നിങ്ങളെ രൂപത്തിലേക്കോ ഭാവത്തിലേക്കോ അല്ല അള്ളാഹിൻ്റെ നോട്ടം. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക അത് നോക്കാൻ കഴിയണ ഒരേ ഒരാളെ ഇവിടെ ഉള്ളൂ. ആരാ? പടച്ചോന്. നമ്മളെ മനസ്സിൻ്റെ ഉള്ളറിയണ ആരാ? തൊട്ടടുത്തിരിക്കുന്ന ഭാര്യക്കോ ഭർത്താവിനോ അറിയോ? ഇല്ല. ബാപ്പാക്കറിയോ? ഉമ്മാക്കറിയോ? കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കറിയാം. നമ്മളെ മനസ്സറിയില്ല. നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ അറിയുന്ന ഒരേ ഒരാൾ അല്ലാഹു. ഇന്നഹു അലീമും ബിദാതി സുദൂർ, ഹൃദയാന്തരങ്ങളിലുള്ളത് അറിയുന്നവനാണ് പടച്ചോൻ. ആ പടച്ചോൻ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം എന്ത്, ഉദ്ദേശം എന്ത്, താല്പര്യം എന്ത് കൃത്യമായിട്ട് അറിയാം. അള്ളാൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ ഒന്നുമില്ല. ഉണ്ടോ? നമ്മളിപ്പോൾ മൊബൈലിൽ നമ്മളൊരാൾ കോൾ ചെയ്താൽ ആ കോൾ രജിസ്റ്ററിന് നമുക്ക് ആവശ്യം, പിന്നെ ആരെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നോമ്പ് അത് നമ്പർ ഡിലീറ്റ് ചെയ്യാനുള്ള മാർഗമുണ്ട്. നമ്മളെ മൊബൈലിൽ ഫീഡ് ചെയ്ത ഫോട്ടോസ് വേറെ കാണാൻ പറ്റാത്തതാണെങ്കിൽ അത് മറച്ചു വെക്കാനുള്ള പാസ്വേഡ് ഉണ്ട്, അല്ലേ? ലോക്കുണ്ട്. പലതും നമുക്ക് ഹൈഡ് ചെയ്യാം.
പക്ഷെ അള്ളാഹിന്റെ മുമ്പിൽ ഒന്നും ഹൈഡ് ചെയ്യാനില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ മറച്ചു വെക്കാൻ ഒന്നുമില്ല. ഏത് കൂരിരുട്ടിലും രഹസ്യമായ സമയത്തും നമ്മൾ ചെയ്തു വെച്ച, നമ്മൾ ചാറ്റ് ചെയ്ത ചാറ്റിങ്ങും മെസ്സേജും വാക്കുകളും പ്രവൃത്തികളും അള്ളാഹു അത് പുറത്തു കൊണ്ടുവരും. അള്ളാഹു പുറത്തു കൊണ്ടുവരും. നമ്മൾ ഗൗരവമായി ആലോചിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ചിന്തയാണ് യഥാർത്ഥത്തിൽ റമദാൻ മാസം നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മുടെ കുട്ടികളൊക്കെ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി അഡ്മിഷൻ കൊടുക്കും. ബിടെക്കിന് MBBSന് ദൂര രാജ്യങ്ങളിൽ പോയി, സംസ്ഥാനങ്ങളിൽ പോയി നമ്മൾ അഡ്മിറ്റ് ചെയ്യും. വാപ്പിയമ്മയും പറയുന്നുണ്ട് നല്ലൽക്ക് നിൽക്കണ്ടോ, നിസ്കരിക്കണ്ടോ, നോമ്പൊൽക്കണ്ടോ, ഇസ്ലാമികമായ ചിട്ടകളോ പാലിക്കണ്ടോ. ഓക്കെ, കുട്ടി തലയാട്ടി പോകും. പക്ഷെ ആ ഹോസ്റ്റൽ റൂമിലിരുന്ന് ആ ഹോസ്റ്റൽ അന്തരീക്ഷത്തിൽ അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നത് നമുക്കറിയില്ല. വീട്ടിൽ വരുമ്പോൾ വാപ്പാനോടും മോനോടും ഒക്കെ നല്ലതാണ്, കുഴപ്പമില്ല എന്നാണ് അവൻ പറയുന്നതെങ്കിലും ആ കുട്ടി മനസ്സിലാക്കേണ്ടത്, എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ഞാൻ എന്തൊക്കെ മറച്ചു വെച്ചാലും പടച്ചോൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല. ഏതൊക്കെ ജനലുകൾ നമ്മൾ ക്ലോസ് ചെയ്താലും, ഏതൊക്കെ വാതിൽ നമ്മൾ അടച്ചാലും, ആകാശലോകത്തുള്ള വാതിലടക്കാൻ, അത് ക്ലോസ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. എന്തൊക്കെ പാസ്വേഡും ലോക്കും നമ്മൾ ഇട്ടാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് വിലപ്പോവില്ല. അതാണ് അള്ളാഹു പറഞ്ഞത്. എല്ലാ രഹസ്യങ്ങളും പുറത്തു വരുന്ന ദിവസം, യൗമ തുബ്ലസ് സറായിർ, സകല രഹസ്യങ്ങളും അള്ളാഹ് പുറത്ത് കണ്ടുകയാണ്. അപ്പോൾ ഒരു തിന്മ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു വഷളാക്കിയിട്ടില്ല. ഒരു വേണ്ടാത്തൊരാൾ ചെയ്തു, അള്ളാഹു മറച്ചു വെച്ചാണ്. ഓൻ്റെ കൂട്ടുകാരോ വീട്ടുകാരോ ഒന്നും അറിഞ്ഞിട്ടില്ല. അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ തിന്മകൾക്ക് മുമ്പിൽ മറയിട്ടിരിക്കുകയാണ്. പക്ഷെ മറ അള്ളാഹ് പൊളിക്കും. നമ്മൾ ചെയ്ത തിന്മകൾ നാട്ടാരും വീട്ടുകാരും കൂട്ടുകാരും അറിയാതെ അള്ളാഹ് നമുക്ക് മുമ്പിൽ മറയിട്ടതാണ്. അള്ളാഹ് ഒരു സൗകര്യം ചെയ്തതാണ്. ആ ചെയ്ത തെറ്റുകൾക്ക് സ്പോട്ടിൽ പിടിക്കാൻ, ശിക്ഷിക്കാൻ അള്ളാഹിന് കഴിയാത്തതാണോ? ഇല്ല, അള്ളാഹുവിന് കഴിയും. നമ്മൾ കണ്ണുകൊണ്ട് അള്ളാഹ് കാണരുത് എന്ന് പറഞ്ഞ കാര്യം കണ്ടാൽ ഉടനെ കാഴ്ചശക്തി പിൻവലിക്കാൻ അള്ളാഹിന് കഴിയും. വേണ്ടാത്തരങ്ങളിലേക്ക് നടന്നു നീങ്ങുന്ന കൈകാലുകൾക്ക് സ്വാധീനമില്ലാതാക്കാൻ, തളർത്താൻ അള്ളാഹു കഴിയും. പക്ഷെ അള്ളാഹ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. അതെന്താ? അള്ളാഹിൻ്റെ കാരുണ്യമാണ്. ആ മനുഷ്യന് നന്നാകും, തൗബ ചെയ്യാനുള്ള ചാൻസ് കൊടുക്കുകയാണ്, അവസരം കൊടുക്കുകയാണ്. പക്ഷെ തിന്മകളിൽ നിർബാധം നമ്മൾ അത് തിന്മകൾ തുടരുകയാണെങ്കിൽ അള്ളട്ട മറണ്ടല്ലോ, അന്ന് വിടുന്നതിനെ പൊളിക്കും, ദുനിയാവുന്നതിനെ പൊളിക്കും. അപ്പം ചമ്പക്കുത്ത് മഹലിൽ നമ്മെക്കുറിച്ച് നല്ല പേരും പ്രശസ്തിയും, മാന്യനാണ്, ഭക്തനാണ്, നിസ്കാരത്തിന് ഒന്നാമത്തെ സോഫിൽ എത്തുന്ന ആളാണെന്നൊക്കെ ആയിരിക്കും ആൾക്കാർക്ക് ഇപ്പോഴുള്ള ധാരണ. പക്ഷെ അള്ളാഹ് മറാണ്ട് പൊളിച്ചാലുണ്ടല്ലോ നമ്മൾ ആരാണ്, ഒറിജിനൽ രൂപം എന്താണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, ഗൗരവല്ലേ? ഇനി ഇതൊക്കെ ഇവിടുന്ന് മറച്ചു വിചാരിക്കുക, ഇവിടുന്ന് അള്ളാഹ് പൊളിച്ചിട്ടില്ല. പരലോകത്ത് പൊളിക്കും. എല്ലാ രഹസ്യങ്ങളും പുറത്തു കിടും. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഏത് സൂറത്തുള്ള ആയത്താണ്? യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ എന്നുള്ള ഏത് സൂറത്തിലായത്താ? നമുക്ക് ആലോചിക്കാൻ സമയം തരിക, നിങ്ങൾക്ക് കുറച്ച് റെസ്റ്റും കിട്ടും. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ഏതാ സൂറത്തിലെ ആയത്താണ് മനുഷ്യന്മാരെ? അറിയില്ലേ? ഏതാ? അതിന് തുടക്കം ഏതാണ്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. അതിനുശേഷം പറയാണ് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറ. ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. സ്വഹാബികൾ ചോദിച്ചു നബിനോട്, എന്താ നബി ഭൂമിയുടെ വർത്തമാനങ്ങൾ? അപ്പം നബി വിശദീകരിച്ചു കൊടുക്കണം, തഫ്സീർ കൊടുക്കണം ആയത്തിന്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറ എന്നുള്ള പരലോകത്തെ മഹ്ശറയിലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ കോടതിയിൽ ഈ ഭൂമി സാക്ഷി പറയും മനുഷ്യനെതിരെ. പടച്ചോനെ, ഇതാ എടവണ്ണ വില്ലേജിലെ 8ാം വാർഡിലെ ഈ സ്ഥലത്ത് വെച്ചാണ് ഈ ചങ്ങായി ഈ പണി ചെയ്തത്. അതാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയും. നമുക്കെതിരെ അള്ളാഹ് കുറേ സാക്ഷികളെ കൊണ്ടുവരുന്നുണ്ട്. നമ്മളെ കയ്യും കാലും കയ്യിന് വിരലിന് ചതവ് വന്നാൽ ഡോക്ടറെ കാണിച്ച് ഓയിൽമെൻറ്റ് പറ്റുന്ന ആൾക്കാരെ നമ്മൾ, അല്ലേ? ജലദോഷം വന്നാൽ ഗുളിക കുടിക്കുന്ന ആൾക്കാരാണ് നമ്മളെ മൂക്കിനെ സംരക്ഷിക്കാൻ, കണ്ണിനെ സംരക്ഷിക്കാൻ ഓടി നടക്കുന്ന ആൾക്കാരാണ്. ഐ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണിക്കണം. കണ്ണിന് എന്തോ ഒരു മങ്ങലുണ്ട്, പോയി നമ്മളെ കണ്ണിനോടുള്ള നമ്മളെ സ്നേഹം എന്താ? നമ്മളെ കാലിൽ എന്തെങ്കിലും വീക്കുണ്ടായാലും അപ്പം നമ്മൾ കാണിക്കും, ഓർത്തോ ഡോക്ടറെ കാണിക്കും. നമ്മുടെ ഓരോ അവയവത്തെയും പൊന്നുപോലെ സൂക്ഷിക്കുന്ന ആൾക്കാരാ.
എന്നാലേ പരലോകത്ത് ഈ കയ്യും കാലും നമുക്കെതിരെ അള്ളഹാനോട് ഇങ്ങനെ വിളിച്ചു പറയും, പടച്ചോനെ ഈ കൈ ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്നെല്ലാം വേണ്ടാത്ത പോയി ചങ്ങായി ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്ഭുതപ്പെടുക, നമ്മൾ ചോദിക്കും നിങ്ങളെ എനിക്കെതിരെ സാക്ഷി പറയണോ? അപ്പം എന്താ ഈ കയ്യും കാലും ശരീരത്തിലെ അവയവങ്ങളും പറയുന്നത്? ഞങ്ങളെ എല്ലാറ്റിനെയും സംസാരിപ്പിച്ച അള്ളാഹു തന്നെയാണ് ഞങ്ങളെയും സംസാരിപ്പിച്ചത്. അപ്പം നമുക്കെതിരെ ഭൂമി സാക്ഷി പറയും, കൈകാലുകൾ സാക്ഷി പറയും, നമ്മളെ അവയവങ്ങൾ സാക്ഷി പറയും. പിന്നെ എങ്ങനെ? ഫുൾ ലോക്ക്ഡ്. പരലോകത്ത് ഫുൾ ലോക്കാണ്. നമുക്ക് അനങ്ങാൻ കഴിയില്ല, മിണ്ടാൻ കഴിയില്ല. എന്തെങ്കിലും നമ്മൾ നിഷേധിക്കണം, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ എവിഡൻസ്, അതിൻ്റെ പ്രൂഫാണ് അള്ളാഹ് ഹാജരാക്കുക. മിണ്ടാൻ കഴിയില്ല. വായിക്കടോ നിന്റെ പുസ്തകം. അള്ളാഹ് പറയാ ഈ ഗ്രന്ഥം തന്നിട്ട്, വലത്തെ കയ്യിലും ഇടത്തെ കയ്യിലും ഓരോ ഗ്രന്ഥം തരുമല്ലോ, നമ്മൾ ഏട് അല്ലേ? 1981 മാർച്ച് 1 ഞാൻ ജനിച്ചതെങ്കിൽ ആ അന്ന് മുതൽ ഞാൻ മരിക്കണവരെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ആ പുസ്തകത്തിലുണ്ട്. അത് നമ്മളോട് പറയാം പുസ്തകം എടുത്ത് നോക്ക്, വായിച്ചു നോക്ക്. അപ്പം നമുക്കറിയാം 2025 ജനുവരിയിൽ 4ാമത്തെ ദിവസം 4ാമത്തെ മണിക്കൂറിൽ ചെയ്ത കാര്യം, അതിലെ നന്മ, അതിലെ തിന്മ, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് കിട്ടുകയാണ്. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസിബ. നിന്നെ വിചാരണ ചെയ്യാൻ ഈ പുസ്തകം തന്നെ എമ്പാടുക. ഈ പുസ്തകം മതി. കാരണം ഇത് ഒന്നുമില്ല, മിനിറ്റ് സെക്കൻഡ് വെച്ച് രേഖപ്പെടുത്തിയാണ്. അതിനെന്താ അള്ളാഹ്ക്ക് സംവിധാനം ഉണ്ട്. അതിലെ മലക്കളെ ചുമതലപ്പെടുത്തിയത് റഖീബ് ആതീദ്, നിരീക്ഷകരായ മലക്കുകൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞ എഴുതാൻ കുത്തിർക്കുക. പ്രിയപ്പെട്ടവർ ആലോചിച്ച് നോക്കി, ഒരു CCTV ക്യാമറ അത് നിരീക്ഷണത്തിലാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നൊരു കരുതും അല്ലേ? സ്കൂളിലെ പ്രിൻസിപ്പാളിൻ്റെ ക്യാബിൽ ഈ കാണൊക്കെ കാണുന്ന കുട്ടികൾ അറിഞ്ഞാൽ ഓല് ഒന്നോ ശ്രദ്ധിക്കും, എന്താ മാഷ് കാണുന്നുണ്ട്, പ്രിൻസിപ്പൾ പിടിക്കും അല്ലേ? ഒരു തൊഴിൽ സ്ഥാപനത്തിലെ അവിടുത്തെ സ്റ്റാഫ് അവരുടെ എല്ലാ കാര്യവും ഈ ക്യാമറ ഒപ്പിയെടുക്കുന്നത് പറഞ്ഞാൽ അവർ ഡ്യൂട്ടിയൊക്കെ ഒന്നും കൂടി പെർഫെക്റ്റായി ചെയ്യും. അത് ജോലി തെറിക്കും. എന്നാലേ നമ്മൾ രാവും പകലും CCTV ക്യാമറയുടെ മുമ്പിലാണ്. എവിടുന്നാ എങ്ങോട്ട് നമുക്ക് അനങ്ങാൻ കഴിയുക, തിരിയാൻ കഴിയുക? അപ്പോൾ ഇഖ്റ കിതാബ്, വായിക്കടോ നിന്റെ പുസ്തകം. നിന്നെ വിചാരണ ചെയ്യാൻ ഈ പുസ്തകം മതിയായതാണെന്ന് പറയുമ്പോൾ ലോക്ക്ഡ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള അബദ്ധങ്ങളും അപജയങ്ങളും വീഴ്ചകളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചോൻ നമുക്ക് തരിക, ആ അവസരം തരിക. നന്നായിക്കൊള്ളി മനുഷ്യന്മാരെ, ഇത് നിങ്ങൾക്ക് കിട്ടിയ ചാൻസാണ്. എത്രയോ റമദാൻ നമ്മുടെ ജീവിതത്തിൽ പടച്ചോൻ തന്ന്. 45 വയസ്സുള്ള ആൾക്കാർക്ക് 44 കൊല്ലം റമദാനിൽ കുറച്ച് കാലമൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് വിചാരിച്ച് പോകാം, ബാക്കി 10-30 റമദാൻ പടച്ചോൻ തന്നാണ്. എന്തൊക്കെ നമ്മൾ ചെയ്തത്? എന്തെങ്കിലും നമ്മൾ അധ്വാനിച്ചോ? എന്തെങ്കിലും നമ്മളെ മീസാനിൽ കനം തൂങ്ങുന്ന അമലുകൾ കാര്യമായിട്ടുണ്ടോ? കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇടയ്ക്ക് കുറേ ഡിലീറ്റായി പോയി. കാരണം എന്താ, നമ്മൾ പല ആൾക്കാരും കുറ്റം പറഞ്ഞു, ഏഷണി പറഞ്ഞു, പരദൂഷണം പറഞ്ഞു. അതൊക്കെ നമ്മളെ നന്മൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞ് വേറുള്ളവനെ തിന്മ നമ്മളെ അക്കൗണ്ടിൽ ഇങ്ങോട്ട് ഇട്ട് ആണല്ലോ നബി പറഞ്ഞത്. മുഫ്ലിസ് എന്ന് പറഞ്ഞില്ലേ, പാപ്പരായവന്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ 5 വക്ത് നിസ്കരിക്കുന്ന ആൾ, ഖുർആൻ ക്ലാസ്സിനും ലേണിംഗ് ക്ലാസ്സിനും ഒക്കെ പോകുന്ന ആളാണല്ലോ, പിന്നെ ഇപ്പം എനിക്ക് അങ്ങനെ നരകം കിട്ടാൻ ചാൻസ് ഒന്നും ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ തെറ്റ് ചെയ്ത ആളായിരുന്നോ? ആയിരുന്നോ? ഇല്ല. എന്നിട്ട് ആ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ എന്താ അറിയോ? ഫഇന്നി അതൂബു ഇലൈഹി ഫിൽ യൗമി 100 മറ. ഞാൻ അള്ളാഹിനോട് ഒരു ദിവസം 100 തവണ തൗബ ചെയ്യുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറയാ, ഒരു ദിവസം ഞാൻ 100 തവണ അസ്തഗ്ഫിറുല്ലാ എന്ന് ചൊല്ലുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ദിക്ർ ചെല്ലണ്ടേ? ചെല്ലണം. പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണം. ഇതൊക്കെ മതിയോ? മതിയായില്ല. എമ്പാടും ചെയ്യണം, കർമ്മങ്ങൾ കൊണ്ട് മുന്നേറണം. അപ്പം ഷഹ്റു റമദാൻ ഷഹ്റു സൗമാണ്, പിടിച്ചുവെക്കലിൻ്റെ മാസമാണ്. നോമ്പ് ആത്മനിയന്ത്രണമാണ്. ആ ആത്മനിയന്ത്രണം തുടർന്നുള്ള മാസങ്ങളിലേക്കുള്ള ഒരു ചുവടുവെപ്പും പരിശീലനവുമാണ്. ഷഹ്റു റമദാൻ ഷഹ്റുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാസ. ഹിറാ ഗുഹയിലെ നബി ഇങ്ങനെ ഒറ്റക്ക് ഏകാന്തവാസം ഇരിക്കുന്ന സമയത്താണല്ലോ ജിബ്രീൽ അലൈഹി സ്വലാം വന്നത്. നബിക്ക് അറിയോ ഇങ്ങനെ ജിബ്രീൽ വരാണ്ട് ഖുർആൻ ഇറങ്ങാണ്ട്? ഒന്നും നബിക്ക് അറിയില്ലല്ലോ. നബിക്ക് നാട്ടിലെ ഈ ഫസാദും ഈ ഷിർക്ക് ഖുറാഫാത്തും ഒക്കെ മനം എടുത്തിട്ട് ഒറ്റക്ക് നിൽക്കണമെന്ന് ഖദീജാബിനോട് പറഞ്ഞാണ്ട് മല കയറി ജബലുന്നൂറിൽ പോയി, ആ ജബലുന്നൂറിലെ ഹിറാ ഗുഹയിൽ പോയി അവിടെ ഇരിക്കുക. അപ്പോഴല്ലേ ഒരു ദിവസം ജിബ്രീൽ അലൈഹി സ്വലാം വരുന്നേ. നബിയും ഞെട്ടി, ഷോക്കായി. മുമ്പ് പരിചയമുള്ള ആളെ
അണച്ചു പിടിച്ച് പറയാ ഇഖ്റ. ബേജാറായി, കുതറി മാറാൻ നോക്കി, കഴിയില്ല, എനിക്ക് വായിക്കാനൊന്നും അറിയില്ല, ഞാൻ എഴുത്തുമായി പഠിച്ചില്ല. അങ്ങനല്ലേ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്താണ് ഇറങ്ങണത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക. ഹലോ, അത് പുറത്ത് വെച്ചാളി കേട്ടോ, ഞാൻ ക്ലാസ്സിലാണ് കേട്ടോ. ഇന്ന് 10 വരുത്താനുള്ള പൊടിയ മില്ലില്ല, അപ്പോൾ അയാൾ അടച്ചു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അറ്റൻഡ് ചെയ്യൽ നിർബന്ധ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പറഞ്ഞത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഈ ആയത്ത് ഇറങ്ങണോട് ഖുർആൻ ഇറങ്ങുകയാണല്ലോ. പിന്നെ ഇങ്ങനെ തുടരെ ഖുർആൻ ഇറങ്ങുകയാണ്. ഈ ഖുർആൻ എന്തിനാ ഇറങ്ങിയത്? ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഗൈഡാണ്, ജനങ്ങൾക്ക് വഴികാട്ടിയാണ്. ആർക്ക്? നമുക്ക് ഓരോരുത്തർക്കുള്ള വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. ഇരുട്ടുള്ള രാത്രിയിൽ മൊബൈലിൻ്റെ വെളിച്ചത്തിൽ ടോർച്ചടിച്ച് നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോവുമല്ലോ. എന്തിനാ? അപകടം പറ്റാക്കാൻ, ഇഴജന്തുക്കൾ ആക്രമിക്കാതിരിക്കാൻ. ഈ ഇരുൾ മുറ്റിയ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഒരു വഴികാട്ടി നിർബന്ധ. അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് വാഹനത്തിൽ പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് ഇങ്ങനെ നമ്മൾ ലൊക്കേഷൻ നോക്കി പോവും. ആ ലൊക്കേഷൻ ഇട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിലോ ഏതെങ്കിലും ദിക്കിലെത്തും. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ നമുക്കുള്ള ഒരു വഴികാട്ടിയല്ലേ വിശുദ്ധ ഖുർആൻ? ആ ഖുർആൻ ഇറങ്ങിയ മാസത്തിലല്ലേ നമ്മളുള്ളത്? നമ്മൾ പഠിക്കണ്ടേ? നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണ്ടേ? ചില ആൾക്കാർ വിചാരിക്കുക റമദാനായാൽ ഖത്തം തീർത്താൽ എല്ലാ ഇടപാടും തീർന്ന്. അല്ല, ഖത്തം തീർക്കൽ മാത്രമല്ല നമ്മളെ ഡ്യൂട്ടി. യാസീൻ ഓതാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, തബാറക്ക് ഓതാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി. പക്ഷെ എന്താണ് യാസീൻ്റെ കണ്ടന്റ്? യാസീൻ എന്ന ആയത്തിൽ അള്ളാഹു എന്താ പറഞ്ഞത് അറിയണ്ടേ? തബാറക്കല്ലദീ ബിയദിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താ ഈ തബാറക്കിൻ്റെ അർത്ഥം? ഇത് പഠിക്കാനാണ് ഖുർആൻ ലേണിംഗ് ക്ലാസ്, ഇത് പഠിക്കാനാണ് ഖുർആൻ്റെ തഫ്സീർ. എന്നാലോ നമ്മളത് സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടോ? സീരിയസ് ആയി കണ്ടിട്ടുണ്ടോ? ഇന്നെന്താ ലേണിംഗ് ക്ലാസ്സിന് വരാഞ്ഞേ? അന്നുണ്ടല്ലോ, പറയണ്ട, വൈകുന്നേരം കുറേ വിരുന്നാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പം ഞാനാണ്ട് ക്ലാസ് ആണ്ട് കട്ടാക്കി. ഏത് വൈകുന്നേരം വിരുന്നാർ വരുന്നതിന് രാവിലത്തെ ലേണിംഗ് ക്ലാസ് നമ്മൾ കട്ടാക്കുക? ഇന്ന് വൈകുന്നേരം നോമ്പ് തറണ്ടേ, അപ്പം ഇന്ന് ലേണിംഗ് ക്ലാസ് നടക്കൂല. നോമ്പ് തുറക്ക് ഇനിയും സമയമുണ്ട്. നമ്മൾ ആദ്യം കട്ട് ചെയ്യലെന്താ അറിയോ? ദീനുമായി ബന്ധപ്പെട്ടൊക്കെ കട്ട് ചെയ്യും. എന്നാലോ ഒരു ദിവസം 4 കല്യാണമുണ്ട് ഞായറാഴ്ച. 4 കല്യാണം നടക്കൂല കേട്ടോ. അങ്ങനെ പറയല് അല്ല. 11 മണിക്ക് ഒരു സ്ഥലത്തേക്ക് പോകും, പിന്നെ 12 മണിക്ക് വേറെ സ്ഥലത്തേക്ക് പോകും. എല്ലായിടത്തും കുറേശ്ശെ തിന്നും. ഒരു സ്ഥലത്ത് നിന്ന് വെജിറ്റേറിയൻ, വേറെ നോൺ വെജ്, പിന്നെ ഒരു സ്ഥലത്ത് പായസം, എല്ലായിടത്തും എന്തെങ്കിലും ഉള്ളിൽ ആക്കും. 4 സ്ഥലത്ത് നമ്മൾ എത്തിയാണ്. ദുനിയാവിൻ്റെ കാര്യത്തിൽ ഓടി കട്ടിങ്ങില്ല. എന്നാൽ പരലോകവുമായും ദീനുമായി നമ്മുടെ വിഷയത്തിൽ വേഗം കട്ട് ചെയ്യാൻ സുഖം. വാപ്പാക്ക് ചെറിയൊരു തലവേദന, വാപ്പാക്ക് തലവേദന മാറി ശരിക്കും കൊലാലി ഇരിക്കുന്നുണ്ട്. എന്നാലും പറച്ചിലെന്താ? വാപ്പാക്ക് തലമിന്നൽ, ഞാൻ പോയാൽ പ്രശ്നമാവും. ഒന്നുമില്ല. അപ്പം നമ്മൾ ആലോചിക്കുക, ഖുർആനിനെ സീരിയസ് ആയി സമീപിക്കുന്ന വിഷയത്തിൽ ഇപ്പോഴും നമ്മൾ ബോധപൂർവം വിട്ടു നിൽക്കുന്നു. ശരിയല്ലേ സുഹൃത്തുക്കളെ? അല്ലാഹുവിന്റെ ചോദ്യം, അലം യഇനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. അല്ലാഹുവിന്റെ ചോദ്യം കേട്ടോ. സമയമായില്ലേ? നമ്മളോടാണ്. ഇനി സമയമായില്ലേ? എന്തിന് സമയം? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. അവരുടെ ഹൃദയങ്ങളെ അള്ളാഹുവിലേക്ക് വിനയാന്വിതരായി മടങ്ങുവാൻ, അതിന് പാകപ്പെടുത്തുവാൻ സമയമായില്ലേ? ഇല്ലേ? ഇപ്പോഴിങ്ങനെ ഈ അഹങ്കാരം കിബറേറ്റ് നടക്കുക. ഖുർആനൊന്ന് എടുത്ത് പറിച്ചു നോക്കാൻ, പഠിക്കാൻ സമയമായില്ലേ? വമാ നസല മിനൽ ഹഖ്, സത്യത്തിൽ നിന്ന് അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങാൻ വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ? അപ്പം നമ്മളെ മറുപടി എന്താ? ഇല്ല, ഇന്ന് ഞായറാഴ്ച, പണിക്കാരോട് പണിക്കാരാണ്, വിരുന്നാരോട് വിരുന്നാരാ, ഇന്ന് നടക്കൂല, നമുക്ക് സമയമായില്ല നമ്മൾ പറയാണ്. അല്ലെങ്കിലോ വേറെന്തെങ്കിലും ഷുഗല്, ഇങ്ങനത്തെ എന്തെങ്കിലും ക്ലാസ്സോ പരിപാടിയോ എന്ന് ഓർമ്മപ്പെടുത്തിയാൽ എന്താ കുറേ ക്ലാസ് കേട്ടിട്ട്. കുറേ ആൾക്കാർ അങ്ങനെ ക്ലാസ് കേട്ടിട്ടൊന്നും ഒക്കെ മുത്തക്കിങ്ങളാണ്, ഇവരൊക്കെ മുത്തക്കിങ്ങളാവണ്ടേ. ഓരോരുത്തരിങ്ങനെ പറഞ്ഞിട്ട് അതാണ്ട് ഇൻസൾട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ കണ്ടില്ല, പത്രത്തിൽ വായിച്ച് ഇന്നലെ ഒരാളെ കൊലപ്പെടുത്തി. ആ ചങ്ങായി സുബൈക്ക് പള്ളി നിസ്കരിച്ച പോയ ആളാണല്ലോ. അപ്പം നിസ്കാരം കൊണ്ട് ഒരു കാര്യമില്ല, ഓൻ്റെ കമൻറ്റാ അല്ലേ? വ്യക്തികൾക്കുള്ള അപജയങ്ങളല്ല സുഹൃത്തുക്കളെ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ആലോചിക്കണം, നമ്മൾ പഠിക്കേണ്ട കാര്യം നമ്മൾ പഠിക്കുക.
ഖുർആൻ നമ്മുടെ മുമ്പിൽ അള്ളാഹു തുറന്നിട്ട് തന്നിട്ട് ഇത്ര ആയുസ് പടച്ചോൻ തന്നിട്ട് നമ്മൾ പഠിക്കാൻ നമ്മൾ വില്ലിങ് അല്ല, തയ്യാറല്ല എങ്കിൽ ശരിക്കൊരു ധിക്കാരല്ലേ? അള്ളാഹു വഴികാട്ടി എന്ന് പറഞ്ഞു തന്ന് ഇറക്കിയ ഗ്രന്ഥം നമ്മളെ മൊബൈൽ ഫോണിലുണ്ട്. മൊബൈൽ ഫോൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ. വായിക്കാൻ സമയമല്ല. എല്ലാവർക്കും 24 മണിക്കൂറാണ്. ഇന്ത്യൻ പ്രസിഡന്റിനും അമേരിക്കൻ പ്രസിഡന്റിനും ഈ നാട്ടിലെ മഹല്ലെ നമുക്കൊക്കെ 24 മണിക്കൂറാണ്. പക്ഷെ നമ്മൾ പറയും നമുക്ക് സമയമില്ല. മനുഷ്യന്മാർക്ക് സമയം അള്ളാഹു കൊടുത്തിട്ടുണ്ട്, ആയുസ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ നമ്മൾ പോവുകയാണെങ്കിലേ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിൽ താഴ്ത്തുന്ന സമയത്ത് അന്ന് തുടങ്ങും നമ്മളെ വിചാരണ. മരണത്തിൻ്റെ വേദന, നമ്മൾ ചെയ്ത തെറ്റിൻ്റെ വേദന, ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. കുട്ടികളെ കല്യാണം ശരിയായില്ല എന്താ, അതല്ല നമ്മളെ വേദന, അതല്ല നമ്മുടെ ടെൻഷൻ. പെരപ്പണി പൂർത്തിയായില്ല, സിറ്റ് ഔട്ട് മാർബിൾ ഇട്ടില്ല, കർട്ടൻ പുതുക്കിയില്ല, പെയിൻ്റ് അടിച്ചിട്ട് 10 കൊല്ലായി. ഇതൊന്നല്ലല്ലോ നമ്മളെ ടെൻഷൻ. ചില ആൾക്കാരുടെ ടെൻഷൻ അതാ, എന്താണ് പേരാണ് കൂടിയിരുന്നിട്ട് എത്ര കാലം, ഈ 10 കൊല്ലം പെയിൻ്റ് അടിച്ചില്ല, വല്ലാത്ത ടെൻഷൻ. മക്കൾ ഓടി ഒരു സ്ഥലത്ത് കണ്ട് എത്തിയില്ല, മൊബൈൽമൊക്കെ എത്തിയില്ല, മറ്റോൻ്റെ കല്യാണം അങ്ങനെയായി, ഇവിടുത്തെ ഇങ്ങനെയായി. ഇതൊന്നും നമ്മുടെ ടെൻഷനല്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് ഇങ്ങനെ നടന്നു പോകും. നമ്മൾ മരിച്ചാലും നമ്മളെ പരപ്പണി നടക്കും. നമ്മൾ മരിച്ചാലും നമ്മളെ കുട്ടികൾ ജീവിക്കും. നമ്മൾ മരിച്ചാലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മൾ ഇരുന്ന സീറ്റിൽ വേറെ ആൾ വന്നിരിക്കും. അതിനൊന്നും പ്രശ്നമല്ല, അതൊക്കെ സംവിധാനം നടക്കും. പക്ഷെ നമ്മൾ മരിച്ചാൽ ആ മരിക്കുന്നതോടുകൂടി നമ്മൾ വേദനിക്കുകയാണ്, മരണത്തോടെ വേദനിക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ് വേദന? നമ്മൾ ചെയ്ത തെറ്റിൻ്റെ പേരിലുള്ള വേദന. ചോദിച്ചു നോക്കി, വേറെള്ളതിനൊക്കെ പരിഹാരം ഉണ്ടല്ലോ. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെയാണ് 6 അടി മണ്ണിലേക്ക് നമ്മൾ പോകണമെങ്കിൽ അതിനെന്ത് പരിഹാരമുണ്ടോ? വാപ്പ നിസ്കരിക്കാത്തത് മകന് പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. വാപ്പ നിസ്കരിക്കേണ്ടാണ്, മകൻ നിസ്കരിക്കേണ്ടാണ്, അവനവൻ ചെയ്യേണ്ട കാര്യമാണ്. അവനെ അള്ളാഹുവിനോട് ചെയ്യേണ്ട ഹക്കുകൾ വീട്ടാതെയാണ് ഖബറിലേക്ക് പോകുന്നതെങ്കിൽ ആ ഖബർ ജീവിതം മുതൽ, ബർസഖി ജീവിതം മുതൽ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുന്ന സമയം, അവിടെയൊക്കെ നമ്മൾ ടെൻഷൻ അടിക്കുകയാണ്, അവിടെയൊക്കെ നമ്മൾ വേദനിക്കുകയാണ്. ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ. എന്താണ്? അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ. പ്രിയപ്പെട്ടവരെ, മടങ്ങുക, ഖുർആനിലേക്ക് മടങ്ങുക, അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് ഹൃദയത്തെ ബന്ധപ്പെടുത്തുക. ആ ചോദ്യമാണ് അള്ളാഹ് ചോദിച്ചത്, സമയമായില്ലേ? അപ്പോൾ നമ്മൾ മഈശത്തിന് വേണ്ടി ഓട്ടപ്പാച്ചില്ല, നമ്മുടെ ബിസിനസ്സുകൾ വർദ്ധിപ്പിക്കാനുള്ള തിരക്കില, പുതിയ പുതിയ ലാഭക്കച്ചവടത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തില, കുടുംബത്തെ പരിപാലിക്കാനുള്ള വ്യഗ്രതയില. നമുക്ക് സമയമായില്ല. അവസാനത്തെ ശ്വാസം വിടുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഒരു കാര്യമില്ല. നന്നായി ഗൗരവമായി ആലോചിക്കുക. അതുകൊണ്ട് ഖുർആൻ ശരിക്കും നമ്മൾ പഠിക്കണം. ഖുർആൻ ഓതിപ്പോയാൽ പോരാ. സ്വഹാബികളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം എത്രയാണ് അത് ആലോചിച്ച് നോക്കി. നബിനെ വാളെടുത്ത് വെട്ടാൻ പോയ ഉമർ ബിൻ ഖത്താബാണല്ലോ മാറിയത്. നബിനെ കൊല്ലുന്നു പറഞ്ഞ് ഭ്രാന്ത് പിടിച്ചു പോയ ഉമർ ബിൻ ഖത്താബാണ് ഖുർആനിനു മുമ്പിൽ വിനയാന്വിതരാകുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മാറ്റം നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ശരിക്കും ഖുർആൻ പഠിക്കണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ആദ്യത്തെ 15 നമ്മൾ ശരിക്കും ഖുർആൻ ഓതി ഖുർആൻ തീർക്കുക, പാരായണം ചെയ്യുക. രണ്ടാമത്തെ പകുതിയിൽ തഫ്സീറാണ് വായിക്കുക. ഖുർആൻ പരിഭാഷ നമ്മൾ വീട്ടിലുണ്ട്, ആ പരിഭാഷ ഒന്ന് പൊടി തട്ടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മൾ വായിക്കാൻ തുടങ്ങുക. റമളാൻ കഴിഞ്ഞാലും വായന നിർത്തരുത്, തുടരുക. വീട്ടിൽ മക്കളോടൊക്കെ പറയുക, എന്ത് ട്യൂഷനോ ക്ലാസ്സോ പ്രശ്നം എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, 20 മിനിറ്റ് തഫ്സീറാണ് വായിക്കണം. വാപ്പി ഇമ്മയാണ് ഇരിക്കുക, വട്ടത്തിൽ ഇരിക്കുക, വായിക്കട അറിയാം, വായിക്കുക അറിയാം. എന്താണ് എനിക്ക് മനസ്സിലായത് ചോദിക്കുക. എന്നിട്ട് വാപ്പാക്ക് മക്കൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറയാം. അപ്പോൾ ഓലെന്ത് ചെയ്ത് ഓലിതിൽ പങ്കാളികളായി. അങ്ങനെ ഖുർആനിൻ്റെ മജ്ലിസുകൾ ഓരോ വീട്ടിലും നടക്കട്ടെ. മാറ്റങ്ങൾ അവിടെ ഉണ്ടാകും. ആ വീട്ടിൽ മലക്കുകൾ ഇറങ്ങും, ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അള്ളാഹുവിൻ്റെ കിതാബ് ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം റഹ്മത്തിൻ്റെ മലായിക്കത്തിൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്നുള്ളതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഷഹ്റു റമളാൻ ഷഹ്റുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാസമാണ് ഈ പരിശുദ്ധ മാസം. ആ മാസത്തെ
ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിൽ ഒരു തരത്തിലുള്ള വീഴ്ച ഇനി ഉണ്ടാവരുത്. ഇനിയും കുറേ സമയമുണ്ട് പഠിക്കാൻ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റും. ഷഹ്റു റമളാൻ ഷഹ്റു ദുആ. റമളാൻ പ്രാർത്ഥനയുടെ മാസ അല്ലേ? പ്രാർത്ഥന പോലെ ആയുധം വേറൊന്നും നമുക്കില്ല. എന്താണ് ആ പ്രാർത്ഥനയുടെ പവർ എന്നറിയോ? നോമ്പുകാരൻ്റെ പ്രാർത്ഥനയുടെ പവർ എത്രേ? അള്ളാഹ് സ്വീകരിക്കുന്ന പരിഗണിക്കുന്ന പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന ആരെന്ന് അറിയോ? നോമ്പുകാരൻ്റെ പ്രാർത്ഥന. മറ്റൊന്ന് ഏതാ അറിയോ? യാത്രക്കാരൻ്റെ പ്രാർത്ഥന. മൂന്നാമത്തത് മാതാപിതാക്കളുടെ പ്രാർത്ഥന. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് പവറുണ്ട്. എന്തേ കാരണം? അള്ളാഹിൻ്റെ റസൂല് അള്ളാഹ് പറഞ്ഞു തരാണ്ട് പറഞ്ഞെന്താ അറിയോ? അസ്സൗമുലി, നോമ്പ് എനിക്ക് വേണ്ടി അവൻ നോമ്പ് പറ്റിയത്, എനിക്ക് വേണ്ടി അവൻ പട്ടിണി കിടന്നത്. അതുകൊണ്ട് ആ നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ പ്രതിഫലം കൊടുക്കും, ഉത്തരം കൊടുക്കുന്ന പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഷഹ്റു റമളാൻ ഷഹ്റു ദുആ, പ്രാർത്ഥനയുടെ മാസം. നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ അറിയോ? നമ്മൾ എത്ര പ്രാർത്ഥിക്കണോ അത്ര ഇഷ്ടമാണ്. നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹിന് ഇഷ്ടമാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാ പറഞ്ഞല്ലോ. എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദ്യം ചോദിച്ചാൽ ഞാൻ അടുത്തവനാണെന്ന് പറയണം. ഞാൻ ചോദിക്കുന്നവന് പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം നൽകുന്ന പറഞ്ഞത്. അള്ളാഹ് ഉത്തരം നൽകും. ഉത്തരം നൽകുന്നതിന് വ്യത്യസ്ത രൂപമുണ്ട്. ഇന്ന് പ്രാർത്ഥിച്ച് അസറാകുമ്പോൾ ഉത്തരം കിട്ടുക അല്ല. പ്രാർത്ഥന സ്വീകരിക്കുന്ന, അതിന് ഉത്തരം കിട്ടുന്ന 3 രീതി നബി പറഞ്ഞേ. ഒന്നുകിൽ ആ പ്രാർത്ഥന കൊണ്ട് ആ പ്രാർത്ഥിച്ച കാര്യം തന്നെ അള്ളാഹ് സാധിപ്പിച്ചു കൊടുക്കും. അതല്ലെങ്കിൽ പിന്നെ ആ പ്രാർത്ഥന ആ കാര്യം സാധിപ്പിച്ചില്ലെങ്കിലും അതുവഴി ഉണ്ടാകുന്ന എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തം, അപകടം ചിലപ്പോൾ അള്ളാഹ് തടുത്തു നിർത്തും. ചിലപ്പോൾ റോട്ടിൽ കൂടെ വണ്ടി ഓട്ടി പോകുമ്പോൾ വലിയൊരു അപകടത്തിൽ നമ്മൾ പെടേണ്ടിയിരിക്കും. പക്ഷെ അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തി. എന്തേ കാരണം? നേരത്തെ പ്രാർത്ഥിച്ച വിഷയത്തിൽ ഉത്തരം കൊടുത്താണ്. അല്ലെങ്കിൽ ഒരു 10,000 റുപ്യൻ്റെ ടൈറ്റ് ഉണ്ട്, 1,00,000 റുപ്യൻ്റെ ടൈറ്റ് ഉണ്ട്, നാളെ മറ്റന്നാൾ കൊടുക്കണം. പക്ഷെ ആ 1,00,000 നമ്മൾ കൈക്ക് എത്തിയില്ല. എന്നാലോ ആ 1,00,000 കൊടുക്കാതിരിക്കാനുള്ള എന്തോ ഒരു മാർഗം അവിടെ ഉണ്ടായി. അപ്പോൾ ആ ദുരന്തത്തിൽ നിന്ന്, ആ തൽക്കാലമുള്ള പ്രയാസത്തിൽ മാറി. ഇതൊന്നും അല്ലെങ്കിലോ ഈ പ്രാർത്ഥിച്ചതിനൊക്കെ പ്രതിഫലം പരലോകത്ത് കിട്ടും ചെയ്യും. ഈ പ്രാർത്ഥിച്ചതിനൊക്കെ പ്രതിഫലം എന്ത് ചെയ്യും? പരലോകത്ത് കിട്ടും. മൂന്നാമത്തെ രീതി ഏതാ? അപ്പോൾ ഇപ്പം നമ്മൾ നല്ലൊരു വീടുണ്ടാവണം, നല്ലൊരു ജോലി ഉണ്ടാവണം, നല്ലൊരു വാഹനം ഉണ്ടാവണം, ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് വിചാരിക്കുക. എത്ര കൊല്ലത്തേക്കാ വീട്? നമ്മളുണ്ടാക്കിയ വീട്ടിൽ എത്ര കൊല്ലം ജീവിക്കും? 40 കൊല്ലം, 30 കൊല്ലം, 20 കൊല്ലം, ഇതല്ലേ ഉള്ളൂ. ഉറപ്പാ. പിന്നെ വേറെ ആൾക്കാരുടെ പേരിലെ വീട്, നമ്മൾ വാങ്ങിയ പറമ്പ്, അതിൻ്റെ ആധാരം നോക്കുമ്പോൾ, അടിയാധാരം നോക്കുമ്പോൾ ആരൊക്കെയോ പേരില്ല അതിൻ്റെ ആധാരമുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താ? അയാൾ കുറച്ചു കാലം ഉപയോഗിച്ച് വേറെ ആൾക്ക് കൊടുത്ത്, പിന്നെ വേറെ ആളിൽ നിന്ന് നമ്മൾ വാങ്ങി. അപ്പോൾ ഇതിങ്ങനെ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറഞ്ഞ കാലേ വീടായാലും പറമ്പാലും നമ്മളെ കസ്റ്റഡിയിലുള്ളൂ, നമ്മൾ ഉപയോഗിക്കണുള്ളൂ. നമ്മൾ വാങ്ങിയ വാഹനം പിന്നെ വേറെ ആൾക്ക് കൊടുക്കുക, അയാൾ വേറെ ആൾക്ക് വിൽക്കുക. അപ്പോൾ ഏത് ദുനിയാവിൻ്റെ ഏത് സൗകര്യവും വിഭവവും കുറഞ്ഞ കാലത്തേക്കേ ഉള്ളൂ. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചെന്തിനാ? വീടുണ്ടാവാൻ, അല്ലെങ്കിൽ മക്കളെ സൗകര്യത്തിന് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ച്. ഇതൊക്കെ എത്ര കാലം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ? 10-30 കൊല്ലം. എന്നാൽ പരലോകത്ത് അനന്തമായി കിടക്കുന്ന ആ ലോകം, ശാശ്വതമായ ലോകം, അവിടെ എന്നും സൗഖ്യവും ആണെങ്കിൽ അതല്ലേ ഈ ദുനിയാവിനേക്കാളും വലുത്. ഈ ദുനിയാവിൽ പ്രാർത്ഥിച്ച കാര്യം കിട്ടുന്നതിനേക്കാളും നല്ലത് ചിലപ്പം പരലോകത്തിൻ്റെ പേരിൽ കിട്ടുന്ന ഇക്കാരം. അപ്പോൾ നമ്മൾ എന്തായാലും പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ നമ്മൾ നിരാശപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ദുനിയാവിനും ആഖിറത്തിനും വേണ്ടി. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർത്ഥറിയാം. നബി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ചില ആൾക്കാർ ദുനിയാവിന് മാത്രം പ്രാർത്ഥിക്കും. അല്ല, ദുനിയാവിലും ആഖിറത്തിലും ഹസനത്തുണ്ടാവണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഏറ്റവും വലിയ പ്രാർത്ഥന. ഒരു സഹാബി നബിയുടെ അടുക്കൽ വന്നു. അന്ന റജുലൻ അതാ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യാ റസൂലല്ലാഹ്. ഒരാൾ നബിയുടെ അടുക്കൽ വന്നാണ് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ദൂതരെ, കൈഫ അഖൂലു ഹീന അസ്അലു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ചോദിക്കുന്ന സമയത്ത് എന്താണ് ഞാൻ പറയേണ്ടത്? എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ലൊരു വേർഡ്സ് പറഞ്ഞരി പ്രവാചകരെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ നബിയുടെ മറുപടി ഖാല ഖുലില്ലാഹുമ്മ അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വആഫിനി വർസുഖ്നി. ഇത് ഇജ്ജ് പ്രാർത്ഥിച്ചോ. ഏത്? അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വആഫിനി വർസുഖ്നി. ഈ പ്രാർത്ഥന
നമുക്ക് അർത്ഥം അറിയാം. അള്ളാഹുവെ പുറത്തു തരണേ, അള്ളാഹുവെ കരുണ കാണിക്കണേ, അള്ളാഹുവെ സൗഖ്യം നൽകണേ, അള്ളാഹുവെ റിസ്ക് വർദ്ധിപ്പിക്കണേ, റിസ്ക് നൽകണേ. ഈ പ്രാർത്ഥനയെക്കുറിച്ച് നബി പറഞ്ഞാൽ എന്താ അറിയോ? നിന്റെ ദുനിയാവും ആഖിറത്തും നിനക്ക് ഒരുമിച്ച് കൂട്ടിത്തരുന്ന ഒരു പ്രാർത്ഥനയാണിത്. അങ്ങനെ റിസ്ക് അത് ദുനിയാവുക്കുള്ള, അതേപോലെ റഹ്മത്തും അത് ദുനിയാവുക്കും ആഖിറത്ത് കൂടിയുള്ളതാണ്, പാപമോചനം അത് പരലോകത്തേക്കുള്ളതാണ്. അപ്പോൾ ദുനിയാവും ആഖിറവും കിട്ടുന്ന ഒരു പ്രാർത്ഥനയായി റസൂലുള്ള പരിചയപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, എത്രയോ സമയമുണ്ട് പ്രാർത്ഥിക്കാൻ. നമ്മൾ ബസ്സിൽ കയറി നിന്ന് വാഹനത്തിൽ കയറി യാത്ര ചെയ്യുക, എന്തെല്ലാം പ്രാർത്ഥിക്കാം നമുക്ക്, എന്തെല്ലാം ദിക്റുകൾ ചെല്ലാം. നമ്മുടെ ഇങ്ങനെ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ കാഴ്ചകൾ കാണുക എന്നത് മാത്രമല്ല, ഒരുപാട് ദിക്റ് ചെല്ലാം. ഇന്നിപ്പോൾ രാവിലെ എണീറ്റതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 വട്ടി ചെല്ലിയ ആൾക്കാരും ഇവിടെ ഉണ്ടാവും, ചെല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. ചെല്ലിയോൽക്കിന് കൂലി കിട്ടി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ 100 വട്ടം ചെല്ലിയ ആൾക്കാരുണ്ടാവും, ചെല്ലാത്തവരുണ്ടാവും. ചെല്ലിയോൽക്കുള്ള കൂലി എന്താ? കെൻസുൽ ജന്ന, സ്വർഗത്തിലെ നിധിയാണത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അദ്കാറുകൾ ഉരുവിടാൻ സുബ്ഹാനല്ലാഹ് വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, വളരെ ചെറിയ ചെറിയ ദിക്റുകൾക്ക് മീസാനിൽ കനം തൂകുന്നുവെന്ന് റസൂൽ പറയുമ്പോൾ നോമ്പുകാർ പ്രാക്ടീസ് ചെയ്യേണ്ട പ്രാർത്ഥനകളും ദിക്റുകളാണത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നന്നായി പ്രാർത്ഥിക്കുക. ഇനി പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വേറെ ശ്രദ്ധിക്കണം, എന്താ അറിയോ? സ്വന്തത്തിനു വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. നമ്മുടെ പ്രാർത്ഥന കിട്ടേണ്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ പരിസരത്തില്ലേ. എത്രയോ ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്, എത്രയോ വയോവൃദ്ധരുണ്ട്, എത്രയോ പാവങ്ങളുണ്ട്, ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പെടാപാടുപെടുന്ന എത്രയോ സഹോദരങ്ങൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അവർക്കൊക്കെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സഹായത്തിനപ്പുറം അള്ളാഹുവിൻ്റെ കാരുണ്യവും സഹായമാണ് അവർക്ക് കിട്ടേണ്ടത്. അതിനുവേണ്ടി അവരോട് രോഗം മാറ്റാൻ, അവരുടെ പ്രയാസം നീക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാലുള്ള മെച്ചം എന്താ അറിയുക? നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന മെച്ചം, ഒരു മലക്കുണ്ട്, ആ മലക്ക് ആമീൻ ചൊല്ലും. എന്താ ആമീൻ ചൊല്ലുക? പടച്ചോനെ, ഇയാളുടെ കടബാധ്യത നീ വീട്ടിൽ കൊടുക്കണേ എന്ന് വേറൊരാൾക്ക് വേണ്ടി അയാളില്ലാത്ത സമയത്ത് അയാൾ അസാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈ മലക്ക് ആമീന്ന് പറയാൻ മാത്രമല്ല, പടച്ചോനെ ഈ പ്രാർത്ഥിച്ച മനുഷ്യൻ്റെ കടവും നീ തീർക്കണേ, അള്ളാഹു അയാളെ ഇനി ഇങ്ങനത്തെ പരീക്ഷകൾ വരുത്തല്ല റബ്ബേ എന്ന് പറഞ്ഞാൽ ആമീന്ന് പറയുന്നതോടൊപ്പം മലക്ക് തിരിച്ച് പ്രാർത്ഥിക്കും, പടച്ചോനെ ഈ പ്രാർത്ഥിച്ച മനുഷ്യനും അപകടവും ദുരന്തവും വരുത്തല്ലേ. അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഗുണമാണിത്. അപ്പോൾ യാത്രക്കാരൻ്റെ പ്രാർത്ഥനയുണ്ട്, നോമ്പുകാരൻ്റെ പ്രാർത്ഥനയുണ്ട്. നമ്മുടെ പ്രാർത്ഥന കിട്ടേണ്ട ഒരുപാട് ആളുകൾ, മുസ്ലിം സഹോദരങ്ങൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന നിരപരാധികളായി ജയിലിലടക്കപ്പെട്ട എത്രയോ ആളുകളുണ്ട്. ഇവരെന്താ ചെയ്ത കുറ്റം ഒന്നും അറിയില്ല, ആണ്ട് പോലീസ് പിടിച്ചോണ്ട് ജയിലിൽ കയറ്റുക. പിന്നെ പുറം ലോകത്തെ വിവരങ്ങൾ അറിയാനുള്ള മാർഗ്ഗമല്ല. എത്ര ആളുകൾ സുഹൃത്തുക്കളെ അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ജയിലറകളിൽ നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ ആണ് എങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വിഷമവും പ്രയാസവും എത്രയായിരിക്കും. എത്രയോ സ്ത്രീകൾ അവിടെ ഭർത്താക്കന്മാർ ജയിലിൽ നിന്ന് മോചിതരാവാൻ കാത്തിരിക്കുക, എത്രയോ ഉമ്മമാർ, കുട്ടികൾ ജയിലിൽ നിന്ന് മോചിതരാവാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അന്യായമായി ജയിലിലടക്കപ്പെട്ട, പ്രയാസപ്പെടുത്തപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട എത്രയോ സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. ആർക്കൊക്കെയും ഈ റമളാനിൻ്റെ പകലുകളിൽ, ഈ റമളാനിൻ്റെ രാത്രി സമയങ്ങളിൽ, തഹജ്ജുദിൻ്റെ സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹുവിലേക്ക് ഉയരണം. ആ പ്രാർത്ഥന വിശ്വാസിയുടെ കരുത്തുറ്റ ആയുധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധനകൾക്ക് ചൈതന്യമുണ്ടാക്കുന്ന മാസമാണ് റമളാൻ, ഇബാദത്തിൻ്റെ മാസമാണ് റമളാൻ. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ആ നിസ്കാരം ഏറ്റവും ഭക്തിയോടെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു സമയത റമളാൻ. റമളാനാണ് കഴിയുമ്പോൾ നമ്മളിങ്ങ് പറയാം, ഓ ആ തറാവിന് പോയപ്പോഴൊരു സൗകര്യം, സന്തോഷം എന്തായിരുന്നു അല്ലേ, ആ പള്ളിയിൽ ജമാഅത്തിൽ പോയി നിസ്കരിച്ച് വരുമ്പോഴുള്ള സന്തോഷം എന്തായിരുന്നു. നമ്മളിങ്ങ് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വല്ലാത്തൊരു ടേസ്റ്റ് അനുഭവിക്കുന്ന, ഇബാദത്തുകൾ ടേസ്റ്റ് അറിയുന്ന ഒരു സമയമാണ് സത്യം പറഞ്ഞാൽ റമളാൻ. ആ റമളാനിലെ നിസ്കാരം നമ്മൾ ശരിക്കും ഭക്തിയോടെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണം, നിസ്കാരമാണ് അള്ളാഹിലേക്കുള്ള ഏറ്റവും വലിയ ഇബാദത്ത്. മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു, അഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നീ നിസ്കരിച്ചോ. സീനാ പർവ്വതത്തിൽ പോയി അവിടുന്ന് വഹിയും വാങ്ങി തിരിച്ചു പോകുമ്പോൾ അള്ളാഹ് പറഞ്ഞ ആദ്യത്തെ ഓർഡറതാ, അഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കരിക്കണം കേട്ടോ. അപ്പോൾ അള്ളാഹിനെ ഓർക്കുന്ന വിധത്തിലുള്ള നിസ്കാരമാവണം
നമ്മുടേത്. പ്രിയപ്പെട്ടവരെ, വ്രതം ഒരു വലിയ മാറ്റത്തിന് തിരികൊളുത്തുകയാണ്. നമ്മൾ പണിയെടുക്കുക, അധ്വാനിക്കുക. നോമ്പുകാരനുണ്ടാവേണ്ട എല്ലാ ക്വാളിറ്റിയും നമുക്കുണ്ടാവണം. അതേപോലെ ഒരുപാട് നന്മകൾ ജീവിതത്തോട് ചേർത്ത് വെക്കാനുള്ള സമയമാണ്. നമ്മുടെ പള്ളികളിൽ എല്ലാ ദിവസവും നോമ്പ് തുറപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ടാവും. അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഹിതം എൻ്റെ വക. എൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ എൻ്റെ അയൽവാസി ഒന്ന് ക്ഷണിക്കുക. ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ ഒരു നോമ്പുകാരൻ്റെ പ്രതിഫലം 70 വർഷത്തെ നരകമോചനം, ഒരു നോമ്പിൻ്റെ കൂലിയാണ്. അപ്പോൾ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് നോറ്റാളെ കൂലിയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക. ഇങ്ങനെ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ അവസരമുണ്ട്. പാവങ്ങളായ ആൾക്കാരെ അവരോട് മനസ്സലിയേണ്ട സമയമാണ് റമദാൻ. നബി റമദാനായാൽ മറ്റു മാസങ്ങളെക്കാളേറെ സ്വതക്ക ചെയ്തിരുന്ന മാസമാണ് റമദാൻ. റമദാനായി ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും കുറേ ആൾക്കാർ കത്തിയിട്ടുണ്ട് വരും, അവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന രൂപത്തിലുള്ള കമൻ്റല്ല. പാവങ്ങളായ ആൾക്കാർ, അവിടെയുള്ള മതസ്ഥാപനങ്ങൾ നിലന്നു പോകുന്നത് കേരളത്തിലൊക്കെ വന്ന് റമദാൻ എന്തെങ്കിലും ഒരു കലശം കിട്ടി അതിന്മേൽ ജീവിക്കുന്ന, അതിനോട് സ്ഥാപനം നിലന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് കഴിയുന്നതൊക്കെ അതിലേക്ക് എന്ത് സഹായിക്കുക. വലാ യഹുല്ലു വലാ ത്വആമിൽ മിസ്കീൻ, മിസ്കീനിൻ്റെ ഭക്ഷണത്തിന് യാതൊരു പ്രോത്സാഹനം നൽകാത്തവനെ കുറിച്ച് പറഞ്ഞല്ലോ, നാശമാണ് അവർക്ക്. അതുകൊണ്ട് അങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന നടപടികൾ ഒരു ഘട്ടത്തിലും നമുക്കുണ്ടായിരുന്നു. പള്ളിക്ക് വരുമ്പോൾ കീശയിൽ പൈസ വെക്കുക, എന്തെങ്കിലുമൊക്കെ പിരിവാരുണ്ടാവും കൊടുക്കുക. റമദാനായാൽ പിരിവാണ്ട് തുടങ്ങി എന്ന രൂപത്തിലുള്ള കമൻറ്റുകൾ ഒരു വിശ്വാസിയുടെ ഭാഗത്തുണ്ടാവരുത്. ധർമ്മം ചെയ്യാനുള്ള സമയമാണ്, സ്വതക്കകൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്, ഇബാദത്തുകൾ കൊണ്ട് ജീവിതം ധന്യമാക്കേണ്ട സമയമാണ്. ആ രൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാവുക. സ്ത്രീകൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള എല്ലാ അവസരവും പുരുഷന്മാരെ കൊടുക്കുക. അവർ ക്ലാസ്സിന് വരട്ടെ, പള്ളിയിൽ ജുമാക്ക് വരട്ടെ, മറ്റുള്ള ജമാഅത്തിന് വരട്ടെ, സുബഹിക്കടക്കം സ്ത്രീകൾക്ക് വരാം. പ്രവാചകന്റെ കാലത്ത് സ്വഹാബിമാർ പള്ളിക്ക് വന്നിരുന്നു. സഹാബ വനിതകൾ രാത്രി സമയത്ത്, തണുപ്പുള്ള രാത്രിയിൽ പുതപ്പ് മൂടിക്കൊണ്ട് അവർ തിരിച്ചറിയാനാവാത്ത വിധം ഇരുട്ടുള്ള സമയത്ത് പോലും അവർ വന്നിരുന്നു എന്ന് ഹദീസുകളിൽ കാണുമ്പോൾ നമ്മൾ കോഴിക്കോട്ടങ്ങാടിയിലും കൊല്ലത്തും തിരുവനന്തപുരത്തുള്ള കല്യാണത്തിനും സൽക്കാരത്തിനും കുടുംബസമേതം പോകും. പക്ഷേ 5 മിനിറ്റ് നടന്നാലെത്തുന്ന പള്ളിക്ക് സ്ത്രീകൾ ചിലപ്പോൾ ജമാഅത്തിന് വരുന്നില്ല. എന്താ? ആ ആണുങ്ങൾ പോയാൽ മതി, ആണുങ്ങളാണ് സ്വർഗത്ത് പോയത്, ഞങ്ങൾ ബാക്കിൽ കളി ഇരുന്നോളാം, ആറാഫിലോടെങ്കിൽ സ്ഥലം കിട്ടിയാൽ ഇരുന്നോളാം എന്ന് നമ്മൾ പറയുമോ? ഇല്ല സുഹൃത്തുക്കളെ. അപ്പോൾ സ്വർഗം കിട്ടണമെങ്കിൽ ജമാഅത്തുകൾ ഉണ്ടാവട്ടെ, ജുമാ ഉണ്ടാവട്ടെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെടട്ടെ. പുരുഷന്മാരോടൊപ്പം ഇത്തരം കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം സ്ത്രീ ജനങ്ങൾക്കുണ്ട്. അള്ളാഹുവിൻ്റെ അടിയാത്തികളെ പള്ളികളിൽ നിങ്ങൾ തടയരുത്. പ്രവാചക നിർദ്ദേശമാണ്. അവർ പള്ളിയിലേക്ക് വരട്ടെ, ദീനീ സന്ദേശം അവർ കേൾക്കട്ടെ. നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഈ റമദാനിൽ ലൈവാക്കുവാൻ അവസാനത്തെ പത്തെത്തിയാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഐഖല അഹ്ലഹു, തൻ്റെ അഹ്ലിനെ, കുടുംബത്തെ വിളിച്ചുണർത്തും, അല്ലേ? വിളിച്ചുണർത്തും, സജീവരാകാനോട് പറയും. അപ്പം അങ്ങനെയുള്ള ഒരു മാസം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിത് വന്നുപോയിട്ടുള്ള എല്ലാ വീഴ്ചകളും പോരായ്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവെ, ഈ പരിശുദ്ധ മാസം ഞങ്ങൾക്ക് കിട്ടിയ വലിയ അവസരമാണ്. ഈ മാസത്തിൽ പരമാവധി നന്മകൾ അധികരിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണ റഹ്മാനെ. അള്ളാഹുവെ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഞങ്ങളിലുണ്ടായിട്ടുള്ള ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളും വേണ്ടാത്തരങ്ങളും അത് ഈ റമദാനോടുകൂടി അവസാനിപ്പിച്ച് ഒരു പൂർണ്ണ മുത്തഖിയായി ജീവിക്കാനുള്ള മനക്കരുത്ത് നാഥ നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷത്തെ, സമാധാനത്തെ നിറക്കണ റഹ്മാനെ. നാളെ പരലോകത്ത് നീ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. അള്ളാഹുവെ, കഴിഞ്ഞ റമദാനുകളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങൾ പ്രിയപ്പെട്ടവർ അവർ വേർപെട്ടു പോയി, പിരിഞ്ഞുപോയി. നാഥ, അവർ ചെയ്ത സുഹൃതങ്ങൾക്ക് നീ പ്രതിഫലം നൽകുകയും അവരുടെ പാപങ്ങൾ നീ പരിഹരിക്കുകയും അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.